ഹലോ ഡേ സ്റ്റുഡൻസ്. അപ്പോൾ നിങ്ങൾ CUET മോഡൽ എക്സാമൊക്കെ നന്നായിട്ട് എഴുതിയെന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം കമ്പാരിറ്റീവ്ലി എളുപ്പമുള്ള ക്വസ്റ്റൻ ആയിരുന്നു. നമുക്കെല്ലാം ഡയറക്റ്റ് തിയറിറ്റിക്കൽ ക്വസ്റ്റനൊക്കെ കൂടുതലുണ്ടായിരുന്നു. നിങ്ങളെല്ലാം നല്ല റിസൾട്ട് കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ക്വസ്റ്റൻ ഡിസ്കഷനിലേക്ക് പോകാം അല്ലേ. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റൻ, പോയിന്റ് ചാർജ് Q1 ഈസ് ഈക്വൽ ടു 2 × 10⁻⁷ കൂളം ആൻഡ് Q2 ഈസ് 3 × 10⁻⁷ കൂളം ആർ അറ്റ് 30 cm സെപ്പറേഷൻ. ദെൻ ഫൈൻഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ ദം. നമുക്ക് വളരെ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. കൂളംസ് ലോ അനുസരിച്ച് ഫോഴ്സ് ബിറ്റ്വീൻ പോയിന്റ് ചാർജസിൻ്റെ ഇക്വേഷൻ 1/4πε0 Q1 Q2 r². ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. 1/4πε0 നമുക്കറിയാം എത്രയാണ്, 9 × 10⁻⁹. Q1 Q2 എടുക്കുമ്പോൾ 2 × 3 × 10⁻⁻7 × -7 10⁻⁻14 വരുമല്ലോ. ഡിവൈഡഡ് ബൈ r എടുക്കുമ്പോൾ 30 cm ആണ്, അത് 0.3 മീറ്റർ വരും. 0.3² 0.09 ഓർ 9 × 10⁻⁻2 വരും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് 9 ക്യാൻസലായി പോയി. പിന്നെ 3 × 2 6ൻ്റെ ടേംസിലായിരിക്കും ആൻസർ. അപ്പോൾ ആ 6ൻ്റെ ടേംസിലുള്ള ഒരു ഓപ്ഷൻ അല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഡയറക്റ്റ് നമുക്ക് എഴുതാം ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും. ഇത് നോക്കിയാൽ 3 × 2 6 ആണ്. ഇവിടെ 10⁻⁻4 2 2 വരും. -12 വരും. ഇൻറ്റു 10⁻⁹ 10⁻⁻3 വരും. അപ്പോൾ ആൻസർ 6 × 10⁻⁻3 ന്യൂട്ടൺ കിട്ടും. അപ്പോൾ അടുത്ത സെക്കൻഡ് ക്വസ്റ്റിലേക്ക് പോകാം. ഇഫ് 2 bodies are rubbed and one of them acquires Q1 charge and another acquires Q2 charge, the ratio of Q1 is to Q2. എല്ലാവർക്കും ഫെമിലിയർ ആണ് അല്ലേ. അപ്പോൾ രണ്ട് ചാർജുകൾ ഇല്ലാത്ത ഒബ്ജക്റ്റുകൾ എടുത്ത് റബ്ബ് ചെയ്തു. അപ്പോൾ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് അടുത്ത ഒബ്ജക്റ്റിലേക്ക് ഇലക്ട്രോൺ ട്രാൻസ്ഫർ വഴിയാണ് ചാർജിങ് ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് ഇലക്ട്രോൺ പോയാൽ അതിനൊരു -Q ചാർജ് കിട്ടും. അടുത്ത ഒബ്ജക്റ്റിന് അതേ ഇലക്ട്രോൺസ് ആണ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും -Q ചാർജ് കിട്ടും അല്ലേ. ഇലക്ട്രോൺ പോകുന്ന ആൾക്ക് +Q ചാർജ് കിട്ടും. ഇലക്ട്രോൺ റിസീവ് ചെയ്യുന്ന ആൾക്ക് -Q ചാർജ് കിട്ടും. എയിൽ നിന്ന് ബിയിലേക്ക് ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടന്നാൽ എയ്ക്ക് +Q ചാർജ്, കാരണം അതിന് ഇലക്ട്രോൺ ലൂസ് ചെയ്യപ്പെട്ടു. ബിക്ക് -Q ചാർജ്, കാരണം അത് ഇലക്ട്രോൺ ഗെയിൻ ചെയ്തു. അപ്പോൾ ആ രണ്ട് ചാർജുകളും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ -1:1 വരും. മൈനസ് സൂചിപ്പിക്കുന്ന ഒന്ന് +Q ആണെങ്കിൽ അടുത്തത് -Q എന്നുള്ള അർത്ഥത്തിലാണ് നമുക്കറിയാം. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 ആണ്. അടുത്ത മൂന്നാമത്തെ ചോദ്യം, 2 ഫീൽഡ് ലൈൻസ് ക്യാൻ നെവർ ക്രോസ് ഈച്ച് അതർ ബിക്കോസ്. അപ്പോൾ അതിൻ്റെ കാരണം നമുക്കറിയാം, 2 ഫീൽഡ് ലൈൻസ് ഏതെങ്കിലും ഒരു പോയിന്റിൽ ക്രോസ് ചെയ്താൽ ആ പോയിന്റിൽ നമുക്ക് 2 ഫീൽഡ് ടാൻജൻറ്റ് വരയ്ക്കാം. അപ്പോൾ ആ പോയിന്റിൽ തന്നെ ഇലക്ട്രിക് ഫീൽഡിന് 2 ഡയറക്ഷൻസ് വരും. നമുക്കറിയാം ഒരു ഇലക്ട്രിക് ഫീൽഡിന് വെക്ടർ ആണെങ്കിൽ അതിന് ഒരു ഡയറക്ഷൻ്റെ ഒരു പോയിന്റിൽ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് 2 ഫീൽഡ് ലൈൻസ് ഇൻഡെക്സറ്റ് ചെയ്യാൻ നമുക്കറിയാം. ഫീൽഡ് ലൈൻസ് ആർ ക്ലോസ്ഡ് കർവ്സ്, നമുക്കറിയാം തെറ്റാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ലൈൻസ് ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യത്തില്ല. ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യും. പക്ഷേ നമുക്ക് അതിൻ്റെ ആൻസർ അല്ല. ഫീൽഡ് ലൈൻസ് റിപ്പൽ ഈച്ച് അതർ, അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് ഡിപ്പെൻഡ്സ് ഓൺ ദി സിറ്റുവേഷൻ ആണ്. അടുത്ത ഫീൽഡ് ലൈൻസ് ക്രൗഡഡ് ഓൺലി നിയർ ദി ചാർജ്, അത് ശരിയാണ്. പക്ഷേ അത് ആൻസർ ആണെന്ന് പറയാൻ പറ്റില്ല. ചാർജിന് അടുത്തായിരിക്കും കൂടുതൽ ക്ലോസറായിട്ടൊക്കെ ഫീൽഡ് ലൈൻസ് വരുന്നത്. അത് ഫീൽഡ് ഹാസ് എ യുണീക്ക് ഡയറക്ഷൻ അറ്റ് ഈച്ച് പോയിന്റ്. അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആ, ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ക്ലൗഡ് ആൻഡ് എർത്ത് ഈസ് 10⁻⁷ വോൾട്ട്. കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് എനർജി ഡിസിപ്പേറ്റഡ് ഓൺ ദി charge of 100 coulomb is transferred from cloud to the ground due to lightning bolt. അപ്പോൾ നോക്കിയാൽ ഗ്രൗണ്ടും ക്ലൗഡ്സും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 10⁻⁷ വോൾട്ട് ആണ്. അപ്പോൾ 100 coulomb ഓഫ് ചാർജ് ആണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ആ ചാർജിൻ്റെ പൊട്ടൻഷ്യൽ ചേഞ്ച് എടുക്കുവാണെങ്കിൽ അത് Q × പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരും. Q നമുക്ക് 100 ആണ് × 10⁻⁷, ദാറ്റ് ഈസ് 10⁻⁹ ജൂൾ വരും. നമുക്കറിയാം ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഈ എനർജിയാണ് ഇവിടെ ലൈറ്റ് എനർജി ആയിട്ട് കൺവേർഷൻ നടക്കുന്നതെന്ന് വിചാരിച്ചാൽ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള മാക്സിമം എനർജി എത്രയാണ്, 10⁻⁹ ജൂളാണ്. അപ്പോൾ എനർജി ഡിസിപ്പേറ്റഡിന് മാക്സിമം വാല്യൂ നമുക്ക് 10⁻⁹ ജൂളാണ് ഇവിടെ എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. നമുക്ക് വേറെ പോസിബിലിറ്റി ഒന്നുമില്ല. കംപ്ലീറ്റ് പൊട്ടൻഷ്യൽ ഡിസിപ്പേറ്റ് ചെയ്തെന്ന് വിചാരിക്കാം. അപ്പോൾ Q × V എടുത്താൽ മതി. അപ്പോൾ അടുത്ത അഞ്ചാമത്തെ ചോദ്യം, 2 ചാർജസ് ആർ ഗിവൺ ആർ ലൊക്കേറ്റഡ് അറ്റ് 15 cm അപ്പാർട്ട്. നമുക്ക് 2 ചാർജസ് കൺസിഡർ ചെയ്യാം. ഒരു ചാർജ് 3 × 10⁻⁻8, അത് Q1 എന്ന് വിചാരിച്ചു. അപ്പോൾ അടുത്ത Q2 അത് മൈനസ് ചാർജാണ്. ദേ ആർ സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് 15 cm. And what distance from the first charge on the line joining the 2 charges is electric potentially 0. ഒരു ചാർജ് പ്ലസും അടുത്തത് മൈനസും ആണ്. അപ്പോൾ നമുക്കറിയാം ഇവർക്ക് ഇൻ ബിറ്റ്വീൻ എവിടെയെങ്കിലും പൊട്ടൻഷ്യൽ 0 ആകും.
അപ്പോൾ പൊട്ടൻഷ്യൽ സീറോ ഫസ്റ്റ് ചാർജ് 3യിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആ ചോദ്യം. അപ്പോൾ 3യിൽ നിന്ന് ഇവിടെ ഒരു പോയിന്റിൽ പൊട്ടൻഷ്യൽ സീറോ എന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് 6 ആണെങ്കിൽ ഇത് 15 - 6 വരും. അപ്പോൾ പൊട്ടൻഷ്യൽ സീറോ ആകണമെങ്കിൽ നമുക്കറിയാം Q1 ഉം Q2 പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യലിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കണ്ടേ. അപ്പോൾ V1 = V2. ഇവിടെ V1 പോസിറ്റീവും V2 നെഗറ്റീവും ആണ്. രണ്ടും ഈക്വൽ മാഗ്നിറ്റ്യൂഡ് വരുമ്പോൾ ക്യാൻസൽ ആയി പോകും. ഇനി പോയിന്റ് ചാർജിൻ്റെ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്തുവാ? 1/4πε0 Q/r. 1/4πε0 Q1 നമുക്ക് 3 × 10⁻⁻8 ആണ്. ഡിവൈഡഡ് ബൈ R = അടുത്ത ചാർജ് Q2 ആണ്. അത് നമുക്ക് തന്നിട്ടുണ്ട് 2 × 10⁻⁻8 ആണ്. ഡിവൈഡഡ് ബൈ 15 - 6 വരും. ഈ ഡിസ്റ്റൻസ് സെൻറ്റിമീറ്ററിലാണ്. നമ്മൾ കൺവേർഷൻ നടത്തേണ്ട ആവശ്യമില്ല, കാരണം രണ്ട് സൈഡിലും ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല. നമുക്ക് 1/4πε0 10⁻⁻8 ക്യാൻസലായി പോയി. നമുക്കിത് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 15 × 3 45 -5 R = 2R വരും. സോ 45 = 7R വരും. ദാർഫോർ നമുക്കവിടെ 3R ആണ് അല്ലേ. ഇവിടെ 3 × R 3R ആണ്. അപ്പോൾ -3R വരും. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ 5R ആണ് വരുന്നത്. അപ്പോൾ R = 45/5 9 വരും. അപ്പോൾ 9 സെൻറ്റിമീറ്റർ ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ വരും. അപ്പോൾ പൊട്ടൻഷ്യലിൻ്റെ ഒരു പോയിന്റ് ചാർജിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, ഡയറക്റ്റ് സോൾവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അടുത്ത 6ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. വാട്ട് ഈസ് എ വർക്ക് ഡൺ ഇൻ മൂവിങ് 2 മൈക്രോകൂളം പോയിന്റ് ചാർജ് ഫ്രം കോർണർ എ ടു കോർണർ ബി ഓഫ് എ സ്ക്വയർ ABCD ഇൻ ഫിഗർ. പിന്നെ 10 മൈക്രോകൂളം ചാർജ് എക്സിസ്റ്റ് അറ്റ് ദി സെൻറ്റർ ഓഫ് ദി സ്ക്വയർ. ഒരു 2 മൈക്രോകൂളമ്പിന് എയിൽ നിന്ന് ബിയിലേക്ക് കൊണ്ടുപോയി. ഇവിടെ സ്ക്വയറിൻ്റെ സെൻറ്ററിലൊരു ചാർജ് ഇരിപ്പുണ്ട്. നമുക്കറിയാം വർക്ക് ഡണിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ദാറ്റ് ഈസ് Q × VB - VA. ശരിയല്ലേ? അപ്പോൾ നോക്കിയാൽ ഈ 10 മൈക്രോകൂളമ്പിൽ നിന്ന് എയിലേക്കും ബിയിലേക്കുമുള്ള ഡിസ്റ്റൻസ് സെയിം അല്ലേ. അപ്പോൾ എയിലും ബിയിലും അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഈക്വൽ അല്ലേ. അപ്പോൾ VB = VA. അപ്പോൾ വർക്ക് ഡൺ എത്രയാ? 0 വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ. അപ്പോൾ ഇത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാം ഈ സ്ക്വയറിൻ്റെ സെൻറ്ററിലൊരു 10 മൈക്രോകൂളം ചാർജ് ഇരിപ്പുണ്ട്. അത് എയിലും ബിയിലും പൊട്ടൻഷ്യൽ ഉണ്ടാക്കും. അപ്പോൾ വർക്ക് ഡൺ കാണാൻ വേണ്ടിയിട്ട് ചാർജ് 2 മൈക്രോകൂളം ഇൻറ്റു ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എടുക്കണം. എയിലും ബിയിലും ഈക്വൽ ഡിസ്റ്റൻസസ് ഫ്രം ദി ചാർജ് ആയതുകൊണ്ട് പൊട്ടൻഷ്യൽ ഈക്വൽ ആണ്. അപ്പോൾ അതുകൊണ്ട് വർക്ക് ഡൺ 0 എന്ന് കാണുമ്പോഴേ മനസ്സിലാക്കുക. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ വരും. അപ്പോൾ അടുത്ത 7ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. എ വയർ ഓഫ് റെസിസ്റ്റൻസ് ഫോറം ഈസ് സ്ട്രെച്ച്ഡ് ടു ടൈറ്റ്സ് ഇറ്റ്സ് ഒറിജിനൽ ലെങ്ത്. ദ റെസിസ്റ്റൻസ് ഓഫ് സ്ട്രെച്ച്ഡ് വയർ വുഡ് ബി. അത് നമ്മൾ പഠിച്ചിട്ട് കാണും, ഒരു റെസിസ്റ്റൻസ് വയറിനെ നമ്മൾ സ്ട്രെച്ച് ചെയ്താൽ ലെങ്ത്ത് n ടൈംസ് ആകുമ്പോൾ ക്രോസ് സെക്ഷണൽ ഏരിയ 1/n ടൈംസ് ആവും. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ n² ടൈംസ് ആയിട്ട് മാറും. അപ്പോൾ പുതിയ റെസിസ്റ്റൻസ് R' = n²R. അത്രേ ഉള്ളൂ. n എത്രയാണെന്ന് നോക്കിയും നമുക്ക് സ്ട്രെച്ച്ഡ് ട്വൈസ് ഇറ്റ്സ് ഒറിജിനൽ ലെങ്ത് ആണ്. അപ്പോൾ n2 ആണ്. അപ്പോൾ 2² 4. ആദ്യത്തെ റെസിസ്റ്റൻസ് 4 തന്നെയാണ്. അപ്പോൾ 4 × 4 16 ഓം വരും. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്, 16 ഓം. അപ്പോൾ അത് നമുക്ക് സിമ്പിളായിട്ട് ഡയറക്റ്റ് അറിയാവുന്ന ക്വസ്റ്റ്യനാണ്. അടുത്ത കിർച്ചോഫ് ജംഗ്ഷൻ റൂൾ ഈസ് എ റിഫ്ലക്ഷൻ ഓഫ്. നമുക്കറിയാം കിർച്ചോഫ് ജംഗ്ഷൻ റൂൾ എന്ന് പറയുന്നത് എന്തിൻ്റെ റൂളായിരുന്നു? അത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. ഒരു ജംഗ്ഷനിലേക്ക് എത്ര ചാർജ് എൻ്റർ ചെയ്യും അത്രയും തന്നെ ലീവ് ചെയ്യണം. ഇറ്റ് ഈസ് എ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. അപ്പോൾ നമുക്ക് ഓപ്ഷനിലേക്ക് നോക്കാം. കൺസർവേഷൻ ഓഫ് കറണ്ട് ഡെൻസിറ്റി തെറ്റാണ്. കൺസർവേഷൻ ഓഫ് ചാർജ് അത് ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ബി ശരിയാണ്. കൺസർവേഷൻ ഓഫ് ചാർജ് നമുക്ക് കറക്റ്റ് വരാം. ഓപ്ഷൻ സി നോക്കാം. ദി ഫാക്ട് ദാറ്റ് ദി മൊമെൻറ്റം വിത്ത് വിച്ച് എ ചാർജ്ഡ് പാർട്ടിക്കിൾ അപ്രോച്ചസ് എ ജംഗ്ഷൻ ഈസ് അൺചേഞ്ച്ഡ് ആസ് ദി ചാർജ്ഡ് പാർട്ടിക്കിൾ ഈസ് ജംഗ്ഷൻ. അത് തെറ്റാണ് നമുക്കറിയാം. ഒരു ജംഗ്ഷനിൽ നിന്ന് അടുത്ത ജംഗ്ഷനിലേക്ക് പോകുമ്പം സ്പീഡ് ഓഫ് ദി ഇലക്ട്രോൺസ് ഒക്കെ വ്യത്യാസം വരാം, മൊമെൻറ്റം വ്യത്യാസം വരാം. അപ്പോൾ അതുകൊണ്ട് അത് തെറ്റാണ്. ദി ഫാക്ട് ദാറ്റ് ദർ ഈസ് എ നെറ്റ് അക്യുമുലേഷൻ ഓഫ് ചാർജ് അറ്റ് ദി ജംഗ്ഷൻ. അപ്പോൾ നമുക്കറിയാം സ്റ്റഡി സ്റ്റേറ്റിൽ ദർ ഈസ് എൻ അക്യുമുലേഷൻ ഓഫ് ചാർജ് നമുക്ക് ഡയറക്റ്റ് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ് വരിക. അപ്പോൾ അടുത്ത 9ാമത്തെ ചോദ്യം, ഡിറ്റർമിൻ ദി കറണ്ട് ഡ്രോൺ ഫ്രം ദി സോഴ്സ് ഫോർ ദി നെറ്റ്വർക്ക് ഷോൺ ബിലോ. അപ്പോൾ നമുക്കിവിടെ കുറേ റെസിസ്റ്റൻസുകളുടെ അറേഞ്ച്മെൻ്റ് ഉണ്ട്. ഇത് 10 ഓം, 5 ഓം, ഇത് 5 ഓം, ഇത് 5 ഓം, 10 ഓം. നമുക്ക് ഈ 5 ഓമിന് ഒരു 6 എന്ന് വിചാരിച്ചാൽ ഈ 10 ഓം എന്ന് പറയുന്നത് 2R. അപ്പോൾ ഇവിടെ 6 ആണ്, ഇവിടെ 2R ആണ്, ഇവിടെ 6 ആണ്. അപ്പോൾ നമുക്കറിയാം ഇത് ഒരു വീസ്റ്റൺ ബ്രിഡ്ജിൻ്റെ അറേഞ്ച്മെൻറ്റിന് സിമിലർ ആണ്. പക്ഷേ അത് ബാലൻസ്ഡ് ബ്രിഡ്ജ് അല്ല. അതുകൊണ്ട് വീസ്റ്റൺ ബ്രിഡ്ജിൻ്റെ പ്രിൻസിപ്പിൾ എടുക്കാൻ പറ്റത്തില്ല. കാരണം ഇവിടെ 2R/R ആണെങ്കിൽ ഇവിടെ R/2R ആണ് വരുന്നത്. അപ്പോൾ ബാലൻസ്ഡ് വീസ്റ്റൺ ബ്രിഡ്ജ് അല്ല.
ഇത് ഷിഫ്റ്റഡ് സിമെട്രി എന്നൊക്കെ നമുക്ക് വിളിക്കാം. കാരണം ഈ 10 ഇവിടെയും ഈ 5 ഇവിടെയും കണക്ട് ചെയ്തായിരുന്നെങ്കിൽ അത് സിമെട്രിക്കൽ ബാലൻസ്ഡ് ബീസ്റ്റം ബ്രിഡ്ജ് ആയേനെ. ഇവിടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ ക്രിർച്ചോഫ്സ് ലോ എഴുതി ഒക്കെ സോൾവ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ അതിലേക്ക് പോകുന്നില്ല. നിങ്ങൾ ഓർത്തിരിക്കുക, ഇവിടെ 2R, ഇവിടെ 6, ഇവിടെ 6, ഇവിടെ 6, ഇത് 2R ആണെങ്കിൽ എക്കും സിക്കും ഇടയ്ക്കുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമ്മൾ സോൾവ് ചെയ്താൽ അത് 7R/5 എന്ന് കിട്ടും. നമുക്ക് NCERT ടെക്സ്റ്റിൽ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ ഫൈനൽ റിസൾട്ട് അങ്ങ് ഓർത്ത് വെച്ചേക്കാം. അല്ലാത്ത സിറ്റുവേഷനിൽ ഇത് യൂസ് ചെയ്യരുത് കേട്ടോ. ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടാണ്. ഇനി 6ന് പകരം നമുക്ക് എത്രയാണ്? 5 ആണ് വരുന്നത്. അപ്പോൾ 7 Ohm ആണ് RAC. അപ്പോൾ ഈ റെസിസ്റ്റൻസുകൾക്കെല്ലാം പകരം നമുക്ക് എന്ത് കണക്ട് ചെയ്യാം? 7 Ohm കണക്ട് ചെയ്യാം. പിന്നെ ബാക്കി ഇവിടെ ഒരു 10 Ohm കൂടെ ഉണ്ട്. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട് 7 + 10 നമുക്ക് 17 Ohm വരും. ഇനി കറണ്ട് കാണാൻ വേണ്ടിയിട്ട് V/R എടുക്കണം. V10 ആണ്, റെസിസ്റ്റൻസ് 17 ആണ്. അപ്പോൾ 10/17 ആംപിയർ വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി വരും, 10/17 ആംപിയർ. മനസ്സിലായല്ലോ? അപ്പോൾ അടുത്ത നമുക്ക് 10th ക്വസ്റ്റിലേക്ക് പോകാം. Deuteron of kinetic energy 50 kV describing a circular orbit of radius 0.5 meter in a plane perpendicular to a magnetic field B. The kinetic energy of the proton that describes a circular orbit of radius of 0.5 meter in the same plane with the same magnetic field B is. അപ്പോൾ നമുക്കൊരു ഡ്യൂട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്. They are describing a circular path in a uniform magnetic field. ആദ്യത്തെ റേഡിയസ് 0.5, രണ്ടാമതും റേഡിയസ് 0.5 എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് സർക്കുലർ പാത്ത് ഓഫ് പ്രോട്ടോണും ഡ്യൂട്രോണും സെയിം. ഇനി റേഡിയസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. സെൻട്രിപ്പിറ്റൽ ഫോഴ്സ് ഈസ് പ്രൊവൈഡഡ് ബൈ മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. അപ്പോൾ QVB = mv²/r എന്ന് എടുക്കാം. അതിനാണ് റേഡിയസിൻ്റെ ഇക്വേഷൻ ഒന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്, mv/qb ആണ്. അപ്പോൾ mv/qb ആണ് റേഡിയസിൻ്റെ ഒരു ഇക്വേഷൻ. ഇനി MVക്ക് പകരം നമുക്ക് കൈനറ്റിക് എനർജി ആണെങ്കിൽ √2mk എന്ന് എഴുതാം, /qb. ഇനി നോക്കിയാൽ ഡ്യൂട്രോണിൻ്റെ കൈനറ്റിക് എനർജി 50 kV. അപ്പോൾ കൈനറ്റിക് എനർജിയാണ് അടുത്തയാളുടെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ കൈനറ്റിക് എനർജി രണ്ടു പേർക്കും ഡിഫറെൻ്റ് ആണെന്ന് വിചാരിക്കാൻ നമുക്ക് അറിയത്തില്ല. പിന്നെ ഡ്യൂട്രോണും അടുത്തത് പ്രോട്ടോണുമാണ്. ഇപ്പോൾ രണ്ടു പേരും ചാർജ് സെയിം ആണ്, അപ്പോൾ ചാർജ് കുഴപ്പമില്ല. മാഗ്നറ്റിക് ഫീൽഡ് രണ്ടു പേർക്ക് സെയിം ആണ്, വേരിയേഷൻ ഇല്ല. പിന്നെ എന്താ മാറാൻ സാധ്യത? മാസ്സാണ് മാറാൻ സാധ്യത. റേഡിയസും സെയിം ആണ്. അപ്പോൾ m/k ഷുഡ് ബി കോൺസ്റ്റൻറ്റ്. അപ്പോൾ അതാണ് ഇവിടെ കണ്ടീഷൻ. റേഡിയസ് സെയിം ആണ്, ചാർജ് മാഗ്നറ്റിക് ഫീൽഡ് സെയിം ആണ്, പിന്നെ മാസും കൈനറ്റിക് എനർജിയാണ് മാറാൻ സാധ്യത. അപ്പോൾ m/k കോൺസ്റ്റൻറ്റ് എന്ന് എടുക്കാം. നമുക്കറിയാം പ്രോട്ടോണിൻ്റെ മാസും ഡ്യൂട്രോണിൻ്റെ മാസും എടുക്കുമ്പം പ്രോട്ടോണിൻ്റെ മാസിൻ്റെ ട്വൈസാണ് ഡ്യൂട്രോണിൻ്റെ മാസ് നിയർലി. അപ്പോൾ മാസ് ഓഫ് ഡ്യൂട്രോൺ 2m എന്ന് എടുക്കാം. കൈനറ്റിക് എനർജി 50 എന്ന് എടുക്കാം. മാസ് ഓഫ് പ്രോട്ടോൺ m ആണ്, × k പ്രോട്ടോൺ എന്ന് എടുക്കാം. അപ്പോൾ 50 × 2 100 kV ആണ് വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. പ്രോട്ടോണിൻ്റെ കൈനറ്റിക് എനർജി 100 kV വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അത് നമ്മൾ 11ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. എ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് വിച്ച് എന്തിനുള്ള? നമുക്കറിയാം മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം ഒരു സ്മോൾ കറണ്ട് മെഷർ ചെയ്യാനുള്ള ഡിവൈസ്. അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അത് ഡിഫ്ലക്ഷൻ കാണിക്കും, അത്രേ ഉള്ളൂ. യൂസ്ഡ് ടു മെഷർ ദി EMF ഓഫ് എ സെൽ അല്ല, അത് വോൾട്ട്മീറ്റർ ആണ് നമുക്കറിയാം. യൂസ്ഡ് ടു മെഷർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ല, അത് പൊട്ടൻഷ്യോമീറ്റർ വോൾട്ട്മീറ്റർ ഒക്കെ യൂസ് ചെയ്യും. യൂസ്ഡ് ടു മെഷർ റെസിസ്റ്റൻസ് അല്ല. ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ് ദാറ്റ് ഗീവ്സ് എ ഡിഫ്ലക്ഷൻ പിന്നെ കറണ്ട് ഫ്ലോസ് ത്രൂ ഇറ്റ്സ് കോയിൽ. അപ്പോൾ അത് ശരിയാണ്. കറണ്ട് മെഷർ ചെയ്യാനുള്ള ഡിവൈസാണ്, അല്ലെങ്കിൽ സ്മോൾ കറണ്ട് മെഷർ ചെയ്യാനും പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാനുള്ള ഡിവൈസാണ് ഗാൽവനോമീറ്റർ. അപ്പോൾ ഓപ്ഷൻ ഡി വരും. അപ്പോൾ അടുത്തത് നമുക്ക് 12ാമത്തെ ക്വസ്റ്റിനിലേക്ക് പോകാം. എ സർക്കുലർ കോയിൽ കൺസിസ്റ്റിംഗ് ഓഫ് 100 ടേൺസ് each of radius 8 cm carries a current of 0.4 ampere. What is the magnitude of magnetic field at the center of the coil? നമുക്കറിയാം സർക്കുലർ കോയിലിൻ്റെ സെൻറ്ററിലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ n × μ0I/2a എന്ന്. n നമ്പർ ഓഫ് ടേൺസ് ആണ്, അത് 100 ആണ്. μ0 4π × 10⁻⁻⁷ ആണ്. കറണ്ട് ഐയുടെ വാല്യൂ നമുക്ക് 0.4 ആംപിയർ എന്ന് തന്നിട്ടുണ്ട്. /2 നമുക്ക് റേഡിയസ് ഓഫ് ദി കോയിലാണ്, അത് 8 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 8 × 10⁻⁻² വരും. സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കി. അപ്പോൾ നോക്കി ഇവിടെ നമുക്ക് 4 8 പോയിട്ട് നമുക്ക് 2 വരും. ഇവിടെ 2 × 2 4 0.4 പോയിട്ട് ഇവിടെ 0.1 വരും. അപ്പോൾ നോക്കിയാൽ നമുക്കൊരു പൈയുടെ ടേംസിലായിരിക്കും ആൻസർ. പൈയുടെ വാല്യൂ 3.14 ആണ്.
അപ്പോൾ പൈക്ക് നമുക്ക് 3.14 കൊടുത്തു ഇൻറ്റു ഇവിടെ 100 10⁻⁻7 പോയിട്ട് നമുക്ക് 10⁻⁻5 വരും. 10⁻⁻2 പോയിട്ട് 10⁻⁻3 വരും. ഇൻറ്റു 0.1 10⁻⁻4 വരും. അപ്പോൾ 10ൻ്റെ പവറും കറക്റ്റാണ്. അപ്പോൾ നമുക്ക് ആൻസർ ഓപ്ഷൻ 2 ആണ് വരുന്നത്. അപ്പോൾ അടുത്ത 13ാമത്തെ ചോദ്യം, എ ന്യൂട്രൽ ബാർ മാഗ്നറ്റ്, അതിനെക്കുറിച്ചാണ് ചോദ്യം. ഈസ് ഓൾവേസ് സസ്പെൻഡഡ് ഇൻ നോർത്ത് സൗത്ത് ഡയറക്ഷൻ, ഓൾവേസ് ഹാസ് 2 പോൾസ്, ഈസ് മെയ്ഡ് ഓഫ് അയൺ ആൻഡ് ഇറ്റ്സ് അലോയ്സ്. അപ്പോൾ നമുക്കറിയാം വെറുതെ സസ്പെൻഡ് ചെയ്താൽ ഒരു ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ നിൽക്കും. കാരണം അതിൻ്റെ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ മാഗ്നറ്റിക് മൊമെൻറ്റം എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് പാരലൽ ആയിരിക്കണം നമുക്കറിയാം. അത് എർത്തിൻ്റെ ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ നിൽക്കും, അതാണ് നോർത്ത് സൗത്ത് ഡയറക്ഷൻ. ഓൾവേസ് ഹാസ് 2 പോൾസ്. ശരി, നമുക്കറിയാം സ്മോൾ മാഗ്നറ്റ് എത്ര സ്മോൾ പീസസ് ആയിട്ട് കട്ട് ചെയ്താലും മാഗ്നറ്റിക് മോണോപോൾസ് എക്സിസ്റ്റ് ചെയ്തില്ല, എല്ലായ്പ്പോഴും 2 പോൾസ് കാണും. ഈസ് മെയ്ഡ് ഓഫ് അയൺ ആൻഡ് ഇറ്റ്സ് അലോയ്സ്, അതും ശരിയാണ്. അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏതാ? ഓൾ ഓഫ് ദി എബോവ്. ഇപ്പോൾ എല്ലാം കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അപ്പോൾ അടുത്ത 14ാമത്തെ ചോദ്യം, at a certain place horizontal component of magnetic field is √3 times the vertical component, the angle of dip at this place is. തന്നിരിക്കുന്ന കണ്ടീഷൻ എന്തുവാ? BH is equal to √3 times vertical component. അപ്പോൾ ഡിപ്പ് കാണാനുള്ള ഇക്വേഷൻ നമുക്ക് ഫെമിലിയർ ആണ്. എന്തുവാ? tan theta is equal to BV/BH. അപ്പോൾ BV/BH എത്രയാ? 1/√3 ആണ്. അപ്പോൾ theta is equal to 30 ഡിഗ്രി വരും. അപ്പോൾ ആംഗിൾ ഓഫ് ഡിപ്പ് 30 ഡിഗ്രി ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. അപ്പോൾ അതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നെക്സ്റ്റ് 15ാമത്തെ ചോദ്യം, എ മാഗ്നറ്റ് ഓഫ് ഡൈപോൾ മൊമെന്റ് എം അലൈൻഡ് ഇൻ ഇക്വിലിബ്രിയം പൊസിഷൻ, എ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ബി ആണ്. ദി വർക്ക് ഡൺ ടു റൊട്ടേറ്റ് ത്രൂ ആൻ ആംഗിൾ തീറ്റ ഇൻ ദി മാഗ്നറ്റിക് ഫീൽഡ് ഈസ്. വർക്ക് ഡൺ ടു റൊട്ടേറ്റ് ദി മാഗ്നറ്റിക് ഡൈപോളിൻ്റെ ജനറൽ ഇക്വേഷൻ നമുക്കറിയാം, MB ഇൻറ്റു കോസ് θ1 മൈനസ് കോസ് θ2. അപ്പോൾ അതാണ് ജനറൽ ഇക്വേഷൻ. θ1 എന്ന് പറയുന്നത് ഇനിഷ്യൽ ആംഗിൾ ബിറ്റ്വീൻ മാഗ്നറ്റിക് മൊമെന്റ് ആൻഡ് ഫീൽഡ്, ഇനിഷ്യലി അലൈൻഡ് ഇൻ ഇക്വിലിബ്രിയം പൊസിഷൻ. ഇൻ ഇക്വിലിബ്രിയം പൊസിഷൻ മാഗ്നറ്റിക് മൊമെന്റ് ആൻഡ് ഫീൽഡ് ആർ ഇൻ ദി സെയിം ഡയറക്ഷൻ. സോ θ ഈസ് 0 ഡിഗ്രി. അപ്പോൾ θ1 0 കൊടുക്കാം. അപ്പോൾ MB ഇൻറ്റു കോസ് 0 വരും, മൈനസ് ഫൈനൽ ആംഗിൾ ആണ് നമുക്ക് θ2. അതെത്രയാണെന്ന് നോക്കിയാൽ ഒരു തീറ്റയാണ്. അപ്പോൾ MB ഇൻറ്റു കോസ് 0 മൈനസ് കോസ് θ. കോസ് 0 എത്രയാണ്? 1 ആണ്. അപ്പോൾ MB ഇൻറ്റു 1 മൈനസ് കോസ് θ ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്. അപ്പോൾ അടുത്ത കറണ്ട് ഇൻ ദി കോയിൽ ഈസ് ലാർജർ വെൻ ദി മാഗ്നറ്റ് ഈസ്. മനസ്സിലായാലൂടെ നമുക്കൊരു സർക്കുലാർ കോയിലുണ്ട്, അതിനടുത്തൊരു മാഗ്നറ്റ് അതിൻ്റെ ആക്സിസിന് പാരലലായിട്ടുണ്ട്. ആ മാഗ്നറ്റിനെ നമുക്കറിയാം ഫാസ്റ്ററായിട്ട് അടുത്തേക്ക് കൊണ്ടുവന്നാലും ഫാസ്റ്ററായിട്ട് അകലേക്ക് കൊണ്ടുവന്നാലും കറണ്ട് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. സ്പീഡ് കൂട്ടും തോറും കറണ്ടും ഇൻഡ്യൂസ്ഡ് EMFും കൂടും. പിന്നെ ആ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദി മാഗ്നറ്റ് റിവേഴ്സ് ചെയ്താൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ EMFിൻ്റെ പൊളാരിറ്റി റിവേഴ്സ് ചെയ്യുന്നേ ഉള്ളൂ. ശരിയല്ലേ? അപ്പോൾ നോക്കാം, പുഷ്ഡ് ടുവാർഡ്സ് ദി കോയിൽ ഫാസ്റ്റർ ശരിയാണ്, പുൾഡ് അവേ ഫ്രം ദി കോയിൽ ഫാസ്റ്റർ ശരിയാണ്. അപ്പോൾ ബോത്ത് എ ആൻഡ് ബി വരും അല്ലേ. അകലേക്ക് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്താലും അടുത്തേക്ക് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്താലും ആ ഇൻഡ്യൂസ്ഡ് EMF ലാർജർ ആയിരിക്കും. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി വരും. അപ്പോൾ അടുത്ത 17ാമത്തെ ചോദ്യം, ഇൻ ഇൻഡക്ഷൻ ഫർണസ് ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു. നമുക്കറിയാം എഡ്ഡി കറണ്ടിൻ്റെ ആപ്ലിക്കേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. എഡ്ഡി കറണ്ടിൽ ഒരു ലാർജ് മെറ്റാലിക് കണ്ടക്ടിങ് ഷീറ്റിൽ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ വേരിയേഷൻ മൂലം ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവും. അതിനെ എഡ്ഡി കറണ്ട് എന്ന് വിളിക്കും. ആ എഡ്ഡി കറണ്ടാണ് നമ്മൾ ഇൻഡക്ഷൻ ഫർണസിൽ ഹീറ്റ് എനർജി പ്രൊഡക്ഷനായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മളതിൻ്റെ വേറെ എക്സാമ്പിളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്തൊക്കെയായിരുന്നു? എഡ്ഡി കറണ്ട് മൂലം നമ്മൾ മാഗ്നറ്റിക് ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ എഡ്ഡി കറണ്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ഡാമ്പിങ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഡാമ്പിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഗാൽവനോമീറ്ററിലും പവർ മീറ്റേഴ്സിലും ഒക്കെ നമ്മൾ എഡ്ഡി കറണ്ടിൻ്റെ ആപ്ലിക്കേഷൻ ടു റെഡ്യൂസ് ദി ഡിഫ്ലക്ഷൻ ഓഫ് ദി ഗാൽവനോമീറ്റർ നീഡിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ അടുത്ത 18ാമത്തെ ചോദ്യം, ദ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് M12 ഓഫ് കോയിൽ 1 വിത്ത് റെസ്പെക്ട് ടു കോയിൽ 2. മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ പ്രത്യേകതയാണ് ചോദ്യം. ഇൻക്രീസസ് വെൻ ദേ ആർ ബ്രോട്ട് നിയറർ. നമുക്കറിയാം അവിടെ അടുത്തേക്ക് വരുന്നതോടെ ഫ്ലക്സിൻ്റെ ലിങ്കേജ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കൂടാം. ഡിപ്പെൻസ് ഓൺ ദി കറണ്ട് പാസിംഗ് ത്രൂ ദി കോയിൽ സെറ്റാണ്. നമുക്കറിയാം മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഡിപ്പെൻസ് ഓൺലി ഓൺ ദി നേച്ചർ ഓഫ് ദി കോയിൽ ആൻഡ് അറേഞ്ച്മെൻറ്റ്. അവിടെ ഓറിയൻറ്റേഷൻ ഓഫ് ദി കോയിൽസിനൊക്കെ അനുസരിച്ചാണ് വ്യത്യാസം വരുന്നത്. തെറ്റാണ്. ഇൻക്രീസസ് വൺ ഓഫ് ദം ഈസ് റൊട്ടേറ്റഡ് അബൌട്ട് ആൻ ആക്സിസ്.
അത് നിർബന്ധമൊന്നുമില്ല. റൊട്ടേഷൻ നടത്തുന്ന സമയത്ത് ആ റൊട്ടേഷൻ്റെ ആംഗിളും ഇതൊക്കെ അനുസരിച്ച് ഓറിയൻറ്റേഷൻ മാറുവാണെങ്കിൽ മാത്രമേ ചേഞ്ച് ചെയ്യത്തുള്ളൂ നമുക്കറിയാം. അത് ജനറലി പറയാൻ പറ്റത്തില്ല. ഇറ്റ്സ് ഡിഫറെൻറ്റ് ഫ്രം M21 ഓഫ് കോയിൽ ടു വിത്ത് റെസ്പെക്ട് ടു കോയിൽ 1. നമ്മൾ പഠിച്ചിട്ടുണ്ട് മ്യൂച്വൽ ഇൻഡക്ടൻസ് ഓഫ് ഫസ്റ്റ് കോയിൽ വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡ് കോയിൽ ആൻഡ് സെക്കൻഡ് കോയിൽ വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് കോയിൽ ആർ ഓൾവേസ് ഈക്വൽ. അപ്പോൾ അതും തെറ്റാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ആൻസർ ഏതാ? ഓപ്ഷൻ എ ആണ് നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. If an AC main supply is given to be 220 volt, what would be the average EMF during a positive half cycle? അപ്പോൾ ശ്രദ്ധിക്കണം, ഈ 220 വോൾട്ട് വെറുതെ തന്നാൽ അത് RMS വോൾട്ടേജ് ആയിരിക്കും. വെറുതെ വോൾട്ടേജ് സ്പെസിഫൈ ചെയ്യുമ്പോഴെല്ലാം RMS വോൾട്ടേജ് ആണ്, ശ്രദ്ധിച്ചോണം. അപ്പോൾ പീക്ക് വാല്യൂ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? √2 ടൈംസ് RMS വാല്യൂ വരും. അപ്പോൾ √2 × 220 വോൾട്ടാണ് പീക്ക് വാല്യൂ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആവറേജ് EMF. ആവറേജ് വാല്യൂവിൻ്റെ ഇക്വേഷൻ ഓർക്കുന്നുണ്ടല്ലോ, അത് 2V0/π. അപ്പോൾ 2 × √2 × 220 / വരും. അപ്പോൾ നമുക്ക് ആൻസർ ഓപ്ഷൻ നോക്കിയാൽ തന്നെ മനസ്സിലാകും. ആൻസർ 198 വോൾട്ട് ആയിരിക്കും വരിക. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 220 വോൾട്ട് പീക്ക് വാല്യൂ അല്ല, RMS വാല്യൂ ആണ്. അതിൽ നിന്ന് പീക്ക് വാല്യൂ കണ്ടുപിടിക്കുക, എന്നിട്ട് ആവറേജ് വാല്യൂ 2V0/π ഉപയോഗിച്ച് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അവിടെ നമുക്ക് 20ാമത്തെ ചോദ്യം. ഇഫ് ദ ഫ്രീക്വൻസി ഈസ് ഡബിൾഡ്, വാട്ട് ഹാപ്പൻ ടു ദി കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആൻഡ് ദി കറണ്ട്? കപ്പാസിറ്റീവ് റിയാക്റ്റൻസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാലോ, XC = 1/C⍵. ഫ്രീക്വൻസി എത്രയാക്കി? ഡബിൾ ആക്കി. അപ്പോൾ ω' = 2ω. അപ്പോൾ നമുക്കറിയാം XC എന്ന് പറയുന്നത് XC/2 ആയിട്ട് മാറും. ഒമേഗ കൂടുമ്പോൾ, ഫ്രീക്വൻസി കൂടുമ്പോൾ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കുറയും. ഇത് പകുതിയായിട്ട് മാറി. ഇനി കറണ്ട് കാണാൻ വേണ്ടി നമുക്കറിയാം കപ്പാസിറ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ V/XC ആണ്. അപ്പോൾ XC പകുതി, അപ്പോൾ കറണ്ട് ഡബിൾ ആവും. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഹാഫായി, അപ്പോൾ കറണ്ട് ഡബിളായി. അതാണ് ആൻസർ. അപ്പം ഓപ്ഷൻ എ നോക്കിയാൽ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഈസ് ഡബിൾഡ് ഹാഫ്ഡ് ആൻഡ് കറണ്ട് ഈസ് ഡബിൾഡ് ശരിയാണ്. നമുക്ക് ബാക്കി ഓപ്ഷൻ നോക്കാം. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഈസ് ഡബിൾഡ് തെറ്റാണ്. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആൻഡ് കറണ്ട് ആർ ഹാഫ്ഡ് തെറ്റാണ്. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആൻഡ് കറണ്ട് ആർ ഡബിൾഡ് തെറ്റാണ്. അപ്പോൾ ആൻസർ പോസിബിലിറ്റി ഏതേ ഉള്ളൂ? ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ. 21ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോവിങ് കറണ്ട് ചേഞ്ചസ് കണ്ടിന്യൂസ്ലി ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് പീരിയോഡിക്കലി ഇൻ ഡിറക്ഷൻ? അത് നമുക്കറിയാം. വെറുതെ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ പറഞ്ഞാൽ കറണ്ട് പീരിയോഡിക്കലി ചേഞ്ച് ചെയ്യണം, ഡയറക്ഷൻ പൊളാരിറ്റി റിവേഴ്സ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ അത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആവാനാണ് സാധ്യത, അല്ലേ? നമുക്ക് നോക്കാം. ഡയറക്റ്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കറണ്ട് കോൺസ്റ്റൻ്റ് ആവാം, ചിലപ്പോൾ വേരിയബിൾ കറണ്ട് ആകാം, പക്ഷേ ഡയറക്ഷൻ മാറണമെന്നില്ല. അതാണ് ഡയറക്റ്റ് കറണ്ടിൻ്റെ പ്രത്യേകത. അപ്പോൾ അത് തെറ്റാം. ഇൻഡ്യൂസ്ഡ് കറണ്ട് നമുക്കറിയാം സിറ്റുവേഷൻ അനുസരിച്ച് വ്യത്യാസം വരുന്നതാണ്. ജനറലി അത് പറയാൻ പറ്റത്തില്ല. പിന്നെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ശരിയാണ്. ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ ഡെഫിനിഷനാണ് യഥാർത്ഥത്തിൽ കൊടുത്തിരിക്കുന്നത്, നമുക്കറിയാം. ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടും പറയാൻ പറ്റത്തില്ല. എക്സ്റ്റേണൽ സർക്യൂട്ടിലെ കറണ്ടിൻ്റെ വേരിയേഷൻ അനുസരിച്ച് ഈക്വലായിട്ട് കപ്പാസിറ്ററിനകത്തുള്ള കറണ്ടാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. അത് DC-യിലും AC-യിലും ഒക്കെ ഉണ്ടാവുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത 22ാമത്തെ ചോദ്യം. ഔട്ട് ഓഫ് ദി ഫോളോവിങ് ഓപ്ഷൻസ് വിച്ച് വൺ ക്യാൻ ബി യൂസ്ഡ് ടു പ്രൊഡ്യൂസ് എ പ്രൊപ്പഗേറ്റിംഗ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്? നമുക്കറിയാം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ആക്സിലറേറ്റഡ് ചാർജസ് ഓർ ഓസിലേറ്റിംഗ് ചാർജസ് ആണ്. അപ്പോൾ സ്റ്റേഷനറി ചാർജ് അല്ല, ചാർജ്ലെസ് പാർട്ടിക്കിൾ അല്ല, അതിന് ആക്സിലറേറ്റിംഗ് ചാർജ് ശരിയാണ്. ചാർജ് മൂവിംഗ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി അല്ല, ആക്സിലറേറ്റഡ് ചാർജസ് ആണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ സോഴ്സ് നമ്മൾ ഡയറക്റ്റ് പഠിച്ചിട്ടുണ്ട്. അടുത്ത 23ാമത്തെ ചോദ്യം. The peak value of electric field produced by radiation coming from a 100-watt bulb at a distance of 3 meters is. Assume that efficiency of the bulb is 2.5% at a point source. അപ്പോൾ നമുക്ക് ഇൻറ്റൻസിറ്റി ഓഫ് ദി റേഡിയേഷൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻറ്റൻസിറ്റി ഈസ് ഈക്വൽ ടു പവർ ബൈ ഏരിയ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ½ ε0 × C ആണ്. പീക്ക് വാല്യൂ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് E0 ആണെങ്കിൽ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ½ ε0 C വരും. അത് പവർ ബൈ ഏരിയ ആണ്. നമ്മൾ ബൾബ് വെറുതെ പറഞ്ഞാൽ ഒരു പോയിൻ്റ് സോഴ്സാണ്. അപ്പോൾ ആ പോയിൻ്റ് സോഴ്സിൽ നിന്ന് R ഡിസ്റ്റൻസിൽ നമ്മൾ എടുക്കുമ്പം ലൈറ്റ് റൈസ് എല്ലാ ഡയറക്ഷനിലും പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എല്ലാ ഡയറക്ഷനിലും പോകുന്നത് കൊണ്ട് R ഡിസ്റ്റൻസിൽ എടുക്കുമ്പം ഒരു സ്പെറിക്കൽ സർഫസിൽ ടോട്ടൽ എനർജി ഇൻസിഡൻറ്റ് ചെയ്യുന്നതായിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ ഏരിയ വെയർ റേഡിയേഷൻ ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് 4πr². ഒരു പോയിൻ്റ് സോഴ്സായിട്ട് ബൾബിനെ എടുത്തു, അതെല്ലാ ഡയറക്ഷനിലേക്ക് ലൈറ്റ് അല്ലെങ്കിൽ റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നു.
അപ്പോൾ സെൻറ്ററിൽ നിന്ന് സെൻറ്ററിൽ ബൾബ് വെച്ചിട്ട് ഒരു സ്പിയർ ഓഫ് റേഡിയസ് ആർ അസ്യൂം ചെയ്താൽ ആ സ്പിയറിൻ്റെ സർഫസിൽ നോർമലായിട്ടാണ് ആ റേഡിയേഷൻ ഇൻസിഡൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് 4πr² എടുക്കാം. ദാറ്റ് ഈസ് ഇക്വൽ ടു ε0/2 E0² c. ഇത് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? പീക്ക് വാല്യൂ ഓഫ് ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. പവർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് 2.5% എഫിഷ്യൻസി ആണുള്ളത്. അപ്പോൾ ടോട്ടൽ പവറിൻ്റെ 2.5% ഇവിടെ കിട്ടത്തുള്ളൂ. അപ്പോൾ പിക്ക് പകരം 2.5/100 2.5% ആണ് ഇൻറ്റു നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എടുക്കണം. ഡിവൈഡ് ബൈ 4π ഇൻറ്റു R നമുക്ക് എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഡിസ്റ്റൻസ് ഓഫ് 3 മീറ്റർ ആണ്. 3² 9 വരും. ε0 നമുക്കറിയാം 8.8 ഇൻറ്റു 10⁻⁻12 ആണ്. ബൈ 2 ഇൻറ്റു E0² ഇൻറ്റു C 3 ഇൻറ്റു 10⁸8. അപ്പോൾ അത് സോൾവ് ചെയ്താൽ നമുക്ക് E0യുടെ വാല്യൂ കിട്ടും. അപ്പോൾ അത് സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ 4.07 വോൾട്ട്/മീറ്റർ വരും. പീക്ക് വാല്യൂ ഓഫ് ഇലക്ട്രിക് ഫീൽഡാണ്. RMS വാല്യൂ ആണെങ്കിൽ അതിന് 2.8 വോൾട്ട്/മീറ്റർ വന്നേനെ. വെറുതെ ചോദിച്ചാൽ നമ്മൾ RMS വാല്യൂ മെഷർ ചെയ്യണം. ഇവിടെ പീക്ക് വാല്യൂ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത 24ാമത്തെ ചോദ്യം. ഇഫ് in an electromagnetic wave in free space, the root mean square value of electric field is 6 volt/meter. Peak value of the magnetic field is. Peak value of magnetic field എന്ന ഇക്വേഷൻ നമുക്കറിയാം. പീക്ക് വാല്യൂ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ബൈ സി ആണ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ പീക്ക് വാല്യൂക്ക് പകരം RMS വോൾട്ടേജ് ആണ്, RMS വാല്യൂ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം പീക്ക് വാല്യൂ കാണാൻ √2 ഇൻറ്റു RMS എടുക്കണം. √2 ഇൻറ്റു 6 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 10⁻8 വരും. അപ്പോൾ 6/3 2 ആണ്. അപ്പോൾ 2 √2 ഇൻറ്റു 10⁻8 -8 വരും. അപ്പോൾ 2 √2 ഇൻറ്റു 10⁻8 ഓപ്ഷൻ നോക്കിയാൽ മതി. അപ്പോൾ അത് 2നും 4നും ഇടയ്ക്കുള്ള വാല്യൂ ആണ് 2 √2 വരിക. അപ്പോൾ 2.83 ഇൻറ്റു 10⁻8 ആയിരിക്കും വരുന്നത്. ആൻസർ ഓപ്ഷൻ ബി വരും. മനസ്സിലായല്ലോ? അപ്പോൾ അടുത്ത 25ാമത്തെ ചോദ്യം. എ റേ ഓഫ് ലൈറ്റ് ഗെറ്റ്സ് റിഫ്ലക്റ്റഡ് ഫ്രം ദി പ്ലെയിൻ മിറർ. The incident ray and the reflected ray are perpendicular to each other. The angle of incidence is. നമുക്കൊരു പ്ലെയിൻ മിറർ വെറുതെ അസ്യൂം ചെയ്തു. അപ്പോൾ ആ പ്ലെയിൻ മിററിൽ ഒരു ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്തു. അപ്പോൾ അത് സെയിം ആംഗിളിൽ റിഫ്ലക്ഷൻ നടക്കാൻ നമുക്കറിയാം. നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻസിഡൻറ്റ് റേ ആൻഡ് റിഫ്ലക്റ്റഡ് റേസ് ആർ പെർപെൻഡിക്കുലർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിവിടെ നോർമൽ വരച്ചാൽ ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തീറ്റ, ഇത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ തീറ്റ. ഇത് രണ്ടും പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ 90 വരണ്ടേ. അപ്പോൾ 2θ = 90 അല്ലേ. അപ്പോൾ θ = 45 ഡിഗ്രി അല്ലേ. അപ്പോൾ ആംഗിൾ ആൻസർ എത്രയായിരിക്കും? ഓപ്ഷൻ സി ആയിരിക്കും. 45 ഡിഗ്രിയാണ് വരിക. നമുക്ക് അടുത്തത് 26ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ നിയർ പോയിന്റ് ഓഫ് എ ഹൈപ്പർ മെട്രോപിക് ഐ ഈസ് 40 സെൻറ്റിമീറ്റർ. ഫൈൻഡ് ദ പവർ ഓഫ് ലെൻസ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഇറ്റ്സ് കറക്ഷൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട് കറക്റ്റീവ് ലെൻസിൻ്റെ പവർ കാണാൻ വേണ്ടിയിട്ട് 100/v - 100/u ലെൻസ് ഇക്വേഷൻ യൂസ് ചെയ്യണം. വി എന്ന് പറയുന്നത് ഡിഫക്റ്റ് ഉള്ള ആൾക്ക് കാണാൻ പറ്റുന്ന എക്സ്ട്രീം പോയിന്റ് ഓഫ് വിഷൻ ഏതാണോ അതെടുക്കണം. ഇവിടെ നോക്കുക, ഇയാൾക്ക് കാണാൻ പറ്റുന്ന നിയർ പോയിന്റ് എന്ന് പറയുന്നത് 40 സെൻറ്റിമീറ്ററാണ്. കാരണം 40 സെൻറ്റിമീറ്ററിനുള്ള വെളിയിലുള്ളത് കാണാം, പക്ഷെ അകത്തുള്ളത് കാണത്തില്ല. അപ്പോൾ ഇയാളുടെ നിയർ പോയിന്റ് 40 ആണെങ്കിൽ കറക്റ്റീവ് ലെൻസിൻ്റെ ഇമേജ് ഈസ് കൺസിഡർഡ് ടു ബി അറ്റ് എ നിയർ പോയിന്റ്. അപ്പോൾ വി എത്ര കൊടുക്കണം? 40 കൊടുക്കണം. പിന്നെ നമുക്കറിയാം നമ്മുടെ ഐയുടെ ഫ്രണ്ടിൽ ഒരു വെർച്വൽ ഇമേജാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇമേജ് ഡിസ്റ്റൻസ് നെഗറ്റീവ്. അപ്പോൾ 100/-40 എടുത്തോണം. -100/ ഒബ്ജക്റ്റ് ഏതാണോ നമുക്ക് കാണേണ്ടത് അതായിരിക്കും യു ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ഇവിടെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് തന്നിട്ടില്ല. അതിനർത്ഥം നോർമൽ ഐയുടെ നിയർ പോയിന്റിലിരിക്കുന്ന ഒബ്ജക്റ്റ് വരെ കാണണം. അപ്പോൾ യു 25 സെൻറ്റിമീറ്റർ ആണ്. സൈൻ കൊടുത്താൽ അതും നെഗറ്റീവാണ് നമുക്കറിയാം. അപ്പം -100/40 -2.5 വരും. -4 വരും. ദാറ്റ് ഈസ് +1.5 ഡയോപ്റ്റർ വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരിക, +1.5 ഡയോപ്റ്റർ. മനസ്സിലായല്ലോ? അടുത്ത 27ാമത്തെ ചോദ്യം. പിന്നെ ലൈറ്റ് റേ enters from oil to glass. Then on oil glass interface the velocity of light changes by a factor of. ഓയിലിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് ലൈറ്റ് പോകുന്നു. അപ്പോൾ നമുക്ക് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഓയിലാണ് വരേണ്ടത്. നമുക്കറിയാം വെലോസിറ്റി കാണാൻ വേണ്ടിയിട്ട് C/n എടുത്താൽ മതി. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം C ആണെങ്കിൽ വെലോസിറ്റി ഇൻ മീഡിയ C/n. അപ്പോൾ V പ്രപ്പോർഷണൽ ടു 1/n ആണ്. അപ്പോൾ Vg/Vo ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റ് ഇൻഡെക്സ് ഓഫ് ഓയിൽ ബൈ റിഫ്രാക്റ്റ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വരും. ഓയിലിൻ്റെ റിഫ്രാക്റ്റ് ഇൻഡെക്സ് 2 ആണ്, ഗ്ലാസിൻ്റെ 3/2 ആണ്.
അപ്പോൾ 4/3 വരും. അപ്പോൾ ഗ്ലാസ്സിലെ വെലോസിറ്റി ഓയിലിൻ്റെ വെലോസിറ്റി 4/3 ടൈംസ് ആണ്. അപ്പം വെലോസിറ്റി എത്രയായിട്ട് മാറിയെന്ന് ചോദിച്ചാൽ 4/3 ടൈംസ് ആയിട്ടാണ് ചേഞ്ച് ചെയ്തത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ എടുക്കാം. മനസ്സിലായല്ലോ. അപ്പോൾ 28ാമത്തെ ചോദ്യം, 2 കോഹറൻറ്റ് സോഴ്സസ് ഓഫ് ലൈറ്റ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ബൈ. നമുക്കറിയാം 2 കോഹറൻറ്റ് സോഴ്സസ് ഒബ്റ്റെയിൻ ചെയ്യണമെങ്കിൽ 2 ഡിഫറൻറ്റ് സോഴ്സുകളിൽ നിന്ന് ഒരിക്കലും പറ്റത്തില്ല. കാരണം 2 ഡിഫറൻറ്റ് സോഴ്സുകളിൽ നിന്ന് വരുന്ന ലൈറ്റുകൾ നമ്മൾ കോൺസ്റ്റൻ്റ് ഫേസ് ഡിഫറൻസ് ഒന്നും വരണമെന്നില്ല. അപ്പോൾ ജനറലി നമുക്ക് എങ്ങനെയാണ് ഒരു സിംഗിൾ സോഴ്സിൽ നിന്ന് ഡിറൈവ് ചെയ്യാൻ പറ്റുന്ന ലൈറ്റുകൾ മാത്രമേ കോഹറൻറ്റ് സോഴ്സസ് ആയിട്ട് ജനറലി കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ എന്തോ ചെയ്യുന്നത്, ഒരു സോഴ്സ് ഉണ്ട്, ആ സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റിന് 2 സ്ലിറ്റുകളിൽ കൂടെ പാസ് ചെയ്തു, ആ സ്ലിറ്റുകൾ 2 സോഴ്സുകൾക്ക് എക്വലൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും, അത് കോഹറൻറ്റ് സോഴ്സസ് ആയിട്ട് എടുക്കും. ദേ ആർ കമ്മിങ് ഫ്രം എ സിംഗിൾ സോഴ്സ് ആണ്. അപ്പോൾ അതാണ് പ്രത്യേകത. അപ്പോൾ 2 ഡിഫറൻറ്റ് ലാംപ്സ് തെറ്റാണ്. 2 ഡിഫറൻറ്റ് ലാംപ്സ് ബട്ട് ഓഫ് ദി സെയിം പവർ തെറ്റാണ്. 2 ഡിഫറൻറ്റ് ലാംപ്സ് ഓഫ് സെയിം പവർ ആൻഡ് ഹാവിങ് സെയിം കളർ തെറ്റാണ്. 2 ഡിഫറൻറ്റ് സോഴ്സസിൽ ഒരിക്കലും കോഹറൻറ്റ് സോഴ്സസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആൻസർ നൺ ഓഫ് ദി അബവ്. ഇതിലൊന്നും കോഹറൻറ്റ് സോഴ്സസ് വരാൻ യാതൊരു സാധ്യതയില്ല. അപ്പോൾ ആൻസർ ഡി ആണ്. അപ്പോൾ 29ാമത്തെ ചോദ്യം, സോഴ്സ് ഈസ് അറ്റ് ഇൻഫിനിറ്റി ദെൻ വേവ് ഫ്രണ്ട്സ് റീച്ചിങ് ടു ഒബ്സർവർ ആണ്. നമുക്കറിയാം സോഴ്സ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ റൈസ് ഓഫ് ലൈറ്റ് പാരലലാണ്. ആ റൈസ് ഓഫ് ലൈറ്റിന് പെർപെൻഡിക്കുലറാണ് വേവ് ഫ്രണ്ട് വരുന്നത്. പാരലൽ ലൈൻസിന് പെർപെൻഡിക്കുലറായിട്ടൊരു സർവസ് എടുത്താൽ നമുക്കറിയാം പ്ലെയിൻ സർവസ് അല്ലേ നമ്മൾ ഡയറക്റ്റ് പഠിച്ചിട്ടുള്ള ഒരു പോയിന്റ് സോഴ്സ് ചെയ്യുന്ന ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ലാർജ് ഡിസ്റ്റൻസിൽ വേവ് ഫ്രണ്ട് പ്ലെയിൻ ആണ്, റൈസ് ഓഫ് ലൈറ്റ് പാരലലാണ്. അപ്പോൾ നമുക്ക് ആൻസർ ഓപ്ഷൻ സി ആണ് വരിക. Next, the amplitude ratio of the 2 sources producing interference is 3:5. The ratio of intensity is produced by each is. നമ്മുടെ ഇൻ്റർഫറൻസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 2 പേരുടെ ഫ്രീക്വൻസീസ് സെയിം ആയിരിക്കും, സ്പീഡ് സെയിം ആയിരിക്കും, കാരണം 2 സെയിം മീഡിയത്തിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇൻറ്റൻസിറ്റി പ്രപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയറാണ്. അപ്പോൾ ഇൻറ്റൻസിറ്റിയുടെ റേഷ്യോ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയറിൻ്റെ റേഷ്യോ അല്ലേ. അപ്പോൾ A1/A2 ഹോൾ സ്ക്വയർ വരും. അപ്പോൾ 3 സ്ക്വയർ 9/5 സ്ക്വയർ 25. അപ്പോൾ 9:25 ആണ് വരിക. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് വരിക. അപ്പോൾ 9:25. അപ്പോൾ അതും ഡയറക്റ്റ് ആണ്. അത് 31ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോവിങ് ക്യാൻ ബി യൂസ്ഡ് ടു കൺട്രോൾ ദി ഇൻറ്റൻസിറ്റി ഇൻ സൺ ഗ്ലാസസ്, വിൻഡോ പ്ലെയിൻസ് എക്സെട്ര. നമുക്കറിയാം അവിടെയൊക്കെ നമ്മൾ പോളറോയിഡ്സ് യൂസ് ചെയ്താൽ, കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് പോളറോയിഡ്സിൽ കൂടെ പാസ് ചെയ്യുമ്പോഴാണ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഡിക്രീസ് ചെയ്യുന്നത്. കുറേ ലൈറ്റ് ആ പോളറോയിഡ് അബ്സോർബ് ചെയ്യും, ബാക്കിയുള്ളത് ഔട്ട് സൈഡിലേക്ക് വരും. അപ്പോൾ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നത് തെറ്റാണ്. പോളറോയിഡ്സ് ശരിയാണ്, പ്ലെയിൻ പോളറൈസ്ഡ് വേവ് അല്ല. നമുക്കറിയാം അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സൺ ഗ്ലാസ്സിൽ ലൈറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഗ്ലാസിൻ്റെ പ്രോപ്പർട്ടി നമ്മൾ യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. നമ്മുടെ 32ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ദി സ്പെസിഫിക് ചാർജ് ഓഫ് എ പ്രോട്ടോൺ ഈസ് 9.6 × 10⁻⁷ കൂളം/കിലോഗ്രാം. സ്പെസിഫിക് ചാർജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചാർജ് ടു മാസ് റേഷ്യോ Q/m ആണ്. സ്പെസിഫിക് ചാർജ് ഓഫ് എൻ ആൽഫ പാർട്ടിക്കിൾ വിൽ ബി. സ്പെസിഫിക് ചാർജ് ഓഫ് പ്രോട്ടോൺ Q/m ആണ്. അപ്പോൾ സ്പെസിഫിക് ചാർജ് ആൽഫ എന്ന് വിചാരിച്ചാൽ ആൽഫ പാർട്ടിക്കിൾ എടുക്കുമ്പോൾ നമുക്കറിയാം ചാർജ് Qവിന് പകരം 2Q വരും. ആൽഫ പാർട്ടിക്കിൾ H2 ഫോർ ഹീലിയം ന്യൂക്ലിയസ് ആണ്, 2 പ്രോട്ടോൺസ് ഉണ്ട്. അപ്പോൾ ചാർജ് 2Q, മാസ് എത്രയാണ് 4m ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു Q/m. ആൽഫ പ്രോട്ടോൺ ആണ്, അത് 9.6 × 10⁻⁷ ആണ്, ഡിവൈഡഡ് ബൈ 2 ആണ് വരുന്നത്. അപ്പോൾ 9.6/2 നമുക്കറിയാം 4.8 വരും ഇൻറ്റു 10⁻⁷. അപ്പോൾ 4.8 × 10⁻⁷ കൂളം/കിലോഗ്രാം ആണ്. ആൻസർ ഓപ്ഷൻ സി വരും. അടുത്തത് വാല്യൂ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഫ്രം ദി ഗ്രാഫീസ്. അതൊക്കെ നമുക്ക് ഡയറക്റ്റ് അറിയാവുന്നതാണ്. കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യലും ഫോട്ടോ കറണ്ടും പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് 0 ആകുന്ന സമയത്ത് പൊട്ടൻഷ്യൽ അപ്ലൈഡ് ചെയ്താണോ അതാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. അതിവിടെ ക്ലിയർ ആണ്. ഇവിടെ -0.54 വോൾട്ടിൽ വരുമ്പോഴാണ് ഫോട്ടോ കറണ്ട് 0 ആകുന്നത്. അപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എത്രയാണെന്ന് വെച്ചാൽ എത്ര പറയാം, -0.54 വോൾട്ട്. അത് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ്റെ എക്സ്പെരിമെൻ്റൽ ഒബ്സർവേഷനൊക്കെ നമ്മൾ ഡയറക്റ്റ് ഗ്രാഫ് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. 34ാമത്തെ ചോദ്യം, ദി ലോവസ്റ്റ് ബോർ ഓർബിറ്റ് ഇൻ ഹൈഡ്രജൻ ആറ്റം ഹാസ്. നമുക്കറിയാം ലോവസ്റ്റ് ബോർ ഓർബിറ്റിൻ്റെ പ്രത്യേകത അതിനെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് വിളിക്കുമ്പോൾ അവിടെ എനർജി മിനിമം ആണ്. ഔട്ടർ ഓർബിറ്റിലേക്ക് പോകുന്തോറും എനർജി ഇൻക്രീസ് ചെയ്യും. മാക്സിമം എനർജി തെറ്റാണ്, ലീസ്റ്റ് എനർജി ശരിയാണ്, ഇൻഫിനിറ്റ് എനർജി തെറ്റാണ്. നമുക്കറിയാം 0 എനർജി തെറ്റാണ്, കാരണം അവിടെ ഒരു നെഗറ്റീവ് എനർജിയാണ് വരുന്നത്. ഇലക്ട്രോൺ ക്ലോസ്ഡ് ഓർബിറ്റിൽ മൂവ് ചെയ്യുമ്പോഴെങ്കിൽ എനർജി ഷുഡ് ബി നെഗറ്റീവ് ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി വരും. അത് 35ാമത്തെ ചോദ്യം, ഫോട്ടോ എമിഷൻ വിത്ത് വിസിബിൾ ലൈറ്റ് ഈസ് പോസിബിൾ ഇൻ.
അത് നമ്മൾ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിങ്കിന് വിസിബിൾ ലൈറ്റ് ഉപയോഗിച്ച് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ പോസിബിൾ അല്ല. റുബീഡിയം സീഷ്യോ ആണ് നമുക്ക് പോസിബിലിറ്റി വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരാം, ബോത്ത് എ ആൻഡ് ബി. അത് നമ്മൾ ബേസിക്കലി ഇൻഫർമേഷൻ ഓർത്ത് വെക്കുക എന്നുള്ളതേ ഉള്ളൂ. The trajectory of an alpha particle in the figure shown below. The impact parameter is. അപ്പോൾ അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇമ്പാക്ട് പാരാമീറ്റർ എന്താണെന്ന് നമുക്കറിയാം. ദി സെപ്പറേഷൻ ബിറ്റ്വീൻ ദി ഇനിഷ്യൽ പൊസിഷൻ ഓർ ഇനിഷ്യൽ വെലോസിറ്റി ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ ആൻഡ് ദ സെൻറ്റർ ഓഫ് ദി ടാർഗറ്റ് ആറ്റം ഓർ ന്യൂക്ലിയസ്. അപ്പോൾ ഇവിടെ ഒരു ഗോൾഡ് ന്യൂക്ലിയസ് ഉണ്ടെങ്കിൽ അതിൻ്റെ സെൻട്രൽ പൊസിഷൻ ഓർ ന്യൂക്ലിയസിൽ നിന്ന് ഇനിഷ്യൽ വെലോസിറ്റി ഓഫ് ദി ആൽഫ പാർട്ടിക്കിളിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഇമ്പാക്ട് പാരാമീറ്റർ. നോക്കുക, ഇത് സെൻട്രൽ ലൈൻ ഓഫ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ സിമെട്രിക്കൽ അല്ലെന്നേ ഉള്ളൂ. ഇത് സെൻട്രൽ ലൈൻ ഓഫ് ന്യൂക്ലിയസ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇത് ആൽഫ പാർട്ടിക്കിളുടെ ഇനിഷ്യൽ പൊസിഷൻ, ഇവിടുന്ന് വെലോസിറ്റി ഇങ്ങോട്ടാണ്. അപ്പോൾ നോക്കിയാൽ സെൻട്രൽ പൊസിഷൻ ഓഫ് ദി ന്യൂക്ലിയസിൽ നിന്ന് ഇനിഷ്യൽ വെലോസിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് ബി അല്ലേ. അപ്പോൾ ആ ബി ആണ് നമുക്ക് എന്തായിട്ട് വരുന്നത്, നമുക്ക് ഇമ്പാക്ട് പാരാമീറ്റർ ആയിട്ട് വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. അപ്പം ഇനി എ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇവിടെ റേഡിയസ് ഓഫ് ദി ആറ്റം ആയിട്ടാണ് വരുന്നത് അല്ലേ. ഡി എന്ന് പറയുന്നതൊക്കെ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. നമുക്ക് കറക്റ്റ് പറയാൻ പറ്റുന്ന ഏത് മാത്രമേ ഉള്ളൂ, ആൻസർ ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്ത 37ാമത്തെ ചോദ്യം. ദ റേഷ്യോ ഓഫ് കൈനറ്റിക് എനർജി ടു ദി ടോട്ടൽ എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ എ ബോർ ഓർബിറ്റ് ഓഫ് ദി ഹൈഡ്രജൻ ആറ്റം ഈസ്. ഹൈഡ്രജൻ ആറ്റത്തിൽ കൈനറ്റിക് എനർജിയുടെ ടോട്ടൽ എനർജിയുടെ റേഷ്യോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടോട്ടൽ എനർജിയും കൈനറ്റിക് എനർജിയും കമ്പയർ ചെയ്താൽ ടോട്ടൽ എനർജി നെഗറ്റീവാണ്, കൈനറ്റിക് എനർജി അതേ വാല്യൂ പോസിറ്റീവാണ് വരുന്നത്. അപ്പോൾ റേഷ്യോ ഓഫ് കൈനറ്റിക് എനർജി ടു ടോട്ടൽ എനർജി എടുക്കുമ്പം 1:-1 വരെ അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ജനറലി ഓർത്താണ്. സാറ്റലൈറ്റ് മോഷൻ ആണെങ്കിലും ഇലക്ട്രോൺ ഓർബിറ്റിൽ മൂവ് ചെയ്യുന്ന സമയത്താണെങ്കിലും കൈനറ്റിക് എനർജിയും ടോട്ടൽ എനർജിയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. കൈനറ്റിക് എനർജി പോസിറ്റീവും ടോട്ടൽ എനർജി നെഗറ്റീവ് ആണ്. പൊട്ടൻഷ്യൽ എനർജിയുടെ പ്രത്യേകത നെഗറ്റീവ് ആണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ടോട്ടൽ എനർജിയുടെയും കൈനറ്റിക് എനർജിയുടെയും ട്വൈസ് ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി വരും. അടുത്ത 38ാമത്തെ ചോദ്യം. A 12.75 electron beam is used to bombard gaseous hydrogen at room temperature. Then wavelength emitted are in. അപ്പോൾ നമുക്ക് 12.75 ഇലക്ട്രോൺ എനർജി അബ്സോർബ് ചെയ്യുന്നു. അത് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് ഹയസ്റ്റ് സ്റ്റേറ്റിലേക്ക് പോയി. അപ്പോൾ നമുക്കറിയാം എനർജി അബ്സോർബ്ഡ് 12.75 ഇസ് ഈക്വൽ ടു ഫൈനൽ എനർജി മൈനസ് ഇനിഷ്യൽ എനർജി. അപ്പോൾ ഫൈനൽ എനർജി ഈസ് ഈക്വൽ ടു ഇനിഷ്യൽ എനർജി പ്ലസ് 12.75 വരും. ഇനിഷ്യൽ എനർജി നമുക്കറിയാം -13.4 ആണ്, പ്ലസ് 12.75 വരും. ദാറ്റ് ഈസ് നിയർലി -0.85 ഇലക്ട്രോൺ വോൾട്ട് വരും. അപ്പോൾ ഈ ഫൈനൽ സ്റ്റേറ്റിൻ്റെ എനർജി നിയർലി -0.85 ഇലക്ട്രോൺ വോൾട്ടാണ്. അതിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് -13.6/n². ഇവിടെ n കാൽക്കുലേറ്റ് ചെയ്താൽ 4 വരും. അപ്പോൾ നമുക്കറിയാമായിരിക്കും ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എനർജിയാണ് -0.85 ഇലക്ട്രോൺ വോൾട്ട് നിയർലി വരുന്നത്. അപ്പോൾ ഇത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇലക്ട്രോൺ ഫോർത്ത് സ്റ്റേറ്റിലേക്കാണ് പോയി. ഫോർത്ത് സ്റ്റേറ്റിലേക്ക് പോയാൽ ട്രാൻസിഷൻസ് എങ്ങോട്ടൊക്കെ നടക്കാമെന്നാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. നമ്മളിത് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ N1, ഇത് N2, ഇത് N3, ഇത് N4 എന്ന് വിചാരിക്കാം. ഇത് N1, ഇത് N2, N3, N4. അപ്പോൾ നമുക്കറിയാം ട്രാൻസിഷൻ നടക്കുമ്പം N4ൽ നിന്ന് N3യിലേക്ക് നടക്കാം, 3യിൽ നിന്ന് 2ലേക്ക് നടക്കാം, 2ൽ നിന്ന് 1ലേക്ക് നടക്കാം. അപ്പോൾ അതാണ് ഇവിടെ പോസിബിലിറ്റി ഉള്ളത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ മതി. 2ൽ നിന്ന് 1ലേക്ക് വരുമ്പോൾ നമുക്കറിയാം ലൈമൺ സീരീസ് ആണ്. 3യിൽ നിന്ന് 2ലേക്ക് വരുമ്പോൾ അത് ബാൽമർ സീരീസിൽ വരും. 4ൽ നിന്ന് 3ലേക്ക് വരുമ്പോൾ അത് പാഷൻ സീരീസിൽ വരും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഏതാ, ഏതർ പാഷൻ ലൈമൺ ഓർ ബാൽമർ സീരീസ്, ഇതിൽ ഏതെങ്കിലുമൊക്കെ വരാനാണ് സാധ്യത. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ വരും. കാരണം ഒരു ഇലക്ട്രോൺ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയാൽ 4ൽ നിന്ന് 3യിലേക്ക് വരാം, അവിടുന്ന് 1ലേക്ക് 2ലേക്ക് വരാം, 4ൽ നിന്ന് ഡയറക്റ്റ് 1ലേക്ക് വരാം, ഡയറക്റ്റ് 2ലേക്ക് വരാം, 3യിൽ നിന്ന് 2ലേക്ക് വരാം, 3യിൽ നിന്ന് 1ലേക്ക് വരാം, പിന്നെ 3യിൽ നിന്ന് 2ലേക്ക് വന്നിട്ട് 1ലേക്ക് വരാം. അതിനുള്ള പോസിബിലിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ ബാക്കിയൊന്നും നമുക്ക് വരത്തില്ലെന്ന് നമുക്കറിയാം. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആ വരിക. അപ്പോൾ അടുത്ത ഐസോട്ടോപ്സ് ഓഫ് ആൻ ആറ്റം. ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആറ്റമിക് നമ്പർ സെയിം ആയിരിക്കും. ആറ്റമിക് നമ്പർ സെയിം ആണെങ്കിൽ പ്രോട്ടോണിൻ്റെ നമ്പർ സെയിം ആയിരിക്കും. ന്യൂട്രോണിൻ്റെ വാല്യൂ മാസ് നമ്പരും ഒക്കെ ഡിഫറൻ്റ് ആയിരിക്കും. അതാണ് ജനറലി കണ്ടീഷൻ. ആ ഡിഫറൻറ്റ് ഇലക്ട്രോണിക് സ്ട്രക്ചർ തെറ്റാണ്. കാരണം നമ്പർ ഓഫ് പ്രോട്ടോൺസ് സെയിം ആണെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസും സെയിം അല്ലേ. അപ്പോൾ ഇലക്ട്രോണിക് സ്ട്രക്ചർ ഡിഫറൻ്റ് അല്ല, സെറ്റാണ്.
അത് ഡസ് നോട്ട് ഓക്കുപൈ സെയിം പ്ലേസ് ഇൻ പീരിയോഡിക് ടേബിൾ. അത് തെറ്റാണ്. കാരണം ആറ്റമിക് നമ്പർ മാറുന്നതിനുള്ള പീരിയോഡിക് ടേബിളിലെ പൊസിഷൻ മാറുന്നില്ല. കണ്ടെയ്ൻ സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺസ്. അത് ശരിയാണ്. പ്രോട്ടോൺസിൻ്റെ എണ്ണം മാറുന്നില്ല. ഹാവ് സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അതും തെറ്റാണ്. പ്രോട്ടോൺസിൻ്റെ എണ്ണം സെയിം ആകുമ്പോൾ, ആറ്റമിക് നമ്പർ സെയിം ആകുമ്പോഴാണ് നമ്മൾ ഐസോടോപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്. അത് 40ാമത്തെ ചോദ്യം. ന്യൂക്ലിയർ ഫ്യൂഷൻ ഈസ് കോമൺ ടു ദി പെയർ. നമുക്കറിയാം യുറേനിയം ബേസ്ഡ് റിയാക്ടർ. യുറേനിയത്തിൽ എന്താ നടക്കുന്നത്? ന്യൂക്ലിയർ ഫിഷനാണ് നടക്കുന്നത്. നമുക്ക് ന്യൂക്ലിയർ ഫ്യൂഷനാണ് യുറേനിയത്തിൽ യുറേനിയം ഫിഷൻ നടന്നിട്ടാണ് റിയാക്ടറിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് തെറ്റാണ്. ഹൈഡ്രജൻ ബോംബിൽ നമുക്കറിയാം ഹൈഡ്രജൻ ഫ്യൂസ് ചെയ്ത ഹീലിയം. അപ്പോൾ അത് ന്യൂക്ലിയർ ഫ്യൂഷനാണ്. എനർജി പ്രൊഡക്ഷൻ സണ്ണും അതും ന്യൂക്ലിയർ ഫ്യൂഷനാണ്. ആറ്റം ബോംബിൽ ന്യൂക്ലിയർ ഫിഷനാണ്. അപ്പോൾ ന്യൂക്ലിയർ ഫ്യൂഷൻ വരുന്നത് 2 and 3 ആണ്. ഹൈഡ്രജൻ ബോംബാൻ്റെ എനർജി പ്രൊഡക്ഷൻ സൺ. അപ്പോൾ 2 and 3 വരും. അപ്പോൾ ആൻസർ ഏതാണെന്ന് നോക്കിയേ. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ബോത്ത് 2 and 3. മനസ്സിലായാലും ഡയറക്റ്റാണ്. അത് 41ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. വർക്ക് ഡൺ ഓൺ ആൻ ഇലക്ട്രോൺ മൂവിങ് ഇൻ എ സോളിനോഡ് അലോങ് ഇറ്റ്സ് ആക്സിസ് ഈസ് ഈക്വൽ ടു. നമുക്കറിയാം സോളിനോഡിൻ്റെ ഇൻസൈഡിൽ എന്താ ഉള്ളത്? മാഗ്നറ്റിക് ഫീൽഡാണ് ഉള്ളത്. മാഗ്നറ്റിക് ഫീൽഡ് ചെയ്യുന്ന വർക്ക് എത്രയാണ്? 0 ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ സോളിനോഡിന് അകത്തൂടെ ഒരു ചാർജിനെ നമ്മൾ മൂവ് ചെയ്യിക്കുന്ന സമയത്ത് മാഗ്നറ്റിക് ഫോഴ്സ് ആണ് അവിടെ വരുന്നത്. അത് ചെയ്യുന്ന വർക്ക് ഡൺ എത്രയാണ്? 0 ആണ്. നമ്മുടെ ചാർജ് എങ്ങനെ മൂവ് ചെയ്താലും വർക്ക് ഡൺ ബൈ മാഗ്നറ്റിക് ഫോഴ്സ് 0 ആണ്. അപ്പോൾ അതുകൊണ്ട് അതിന് അഗൈൻസ്റ്റ് നമ്മൾ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ വരും. അടുത്തത്, ഇൻ ദ സർക്യൂട്ട് ഷോൺ ദി വോൾട്ടേജ് ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. ദി ഡയോഡ് ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ് ഈസ് 0.3 വോൾട്ട്. അപ്പോൾ നമുക്ക് എയ്ക്കും ബിക്കും ഇടയ്ക്കുള്ള വോൾട്ടേജ് കാണണം. ഇവിടെ റെസിസ്റ്റൻസ് 5 kilo ohm ആണ്. ഇവിടെ ഒരു കപ്പാസിറ്ററാണ്. ഇവിടെ ഒരു 5 kilo ohm ആണ്. ഇവിടെ ഒരു ഡയോഡുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് സിറ്റുവേഷൻ. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ ഒരു ഡയോഡുണ്ട്, വീണ്ടും നമുക്കൊരു റെസിസ്റ്റൻസ് ഉണ്ട്. അതാണ് സിറ്റുവേഷൻ. ഇത് 6 ആണെങ്കിൽ ഇതും 6. കറണ്ടിൻ്റെ ഡയറക്ഷൻ റൈറ്റ് സൈഡിലേക്ക് 0.2 milli ampere വരും. നമുക്കറിയാം നമ്മൾ എയ്ക്കും ബിക്കും ഇടയ്ക്ക് അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് വി ആണെങ്കിൽ അതിലൊരു 0.3 വോൾട്ട് ഡയോഡിന് എക്രാസോട്ട് ലോസ് ആവും. അപ്പോൾ എയ്ക്കും ബിക്കും ഇടയ്ക്കുള്ള എഫക്റ്റീവ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി മൈനസ് 0.3. അത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് കറണ്ട് ഐ ഇൻറ്റു റെസിസ്റ്റൻസ് ആർ ഡാഷ് എടുത്താൽ മതി. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഇവിടെ നോക്കുക, ഇവിടെ കപ്പാസിറ്റർ ഉണ്ട്. കപ്പാസിറ്ററിൽ കൂടെ സ്റ്റഡി സ്റ്റേറ്റിൽ കറണ്ട് ഇല്ല. അതിൽ ഇവിടുന്ന് 0.2 milli ampere വന്നാൽ അതേ കറണ്ട് തന്നെ ഈ റെസിസ്റ്റൻസിൽ കൂടെയും പൊക്കോളും. അപ്പോൾ എയ്ക്കും ബിക്കും നമ്മൾ അപ്ലൈഡ് വോൾട്ടേജ് വി എന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ 0.3 വോൾട്ട് ഡയോഡിന് അക്രോസ് ആയിട്ട് ഡ്രോപ്പ് ചെയ്യപ്പെട്ടു. അപ്പോൾ വി മൈനസ് 0.3 ആണ് ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് റെസിസ്റ്റൻസ്. അത് ഐ ഇൻറ്റു ആർ ഡാഷ് എന്ന് എഴുതി. അപ്പോൾ വി ഈസ് ഈക്വൽ ടു 0.3 പ്ലസ് ഐ 0.2 milli ampere ആണ്. അപ്പോൾ ഇൻറ്റു 10⁻³ വരും. ആർ എടുക്കുമ്പോൾ ഈ 5ഉം 5ഉം ഒരുമിച്ച് അങ്ങ് എടുക്കാം. കാരണം ദേ ആർ ഇൻ സീരീസ്, കറണ്ട് സെയിം ആണ്. അപ്പോൾ 5 + 5 10 kilo ohm വരും. അപ്പോൾ 10 × 10⁻³ വരും. കാരണം അത് കിലോ ഓം ആണ്. അപ്പോൾ 10 × 10⁻³ വരും. ഇപ്പോൾ 10⁻³ 10⁻³ പോയി. 2 × 10 0.2 × 10 2 വരും. 2 + 0.3 2.3 വോൾട്ട് വരും. അപ്പോൾ ആൻസർ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏതാ? ഓപ്ഷൻ ബി ആണ് നമുക്ക് എടുക്കാൻ പറ്റുന്ന 2.3 വോൾട്ട്. അപ്പോൾ 43ാമത്തെ ചോദ്യം. ഇൻ എ കോമൺ എമിറ്റർ ആംപ്ലിഫയർ സർക്യൂട്ട് യൂസിങ് ആൻ NPN ട്രാൻസിസ്റ്റർ ദി ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി. നമുക്കറിയാം കോമൺ എമിറ്റർ ട്രാൻസിസ്റ്ററിൽ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് ആൻഡ് വോൾട്ടേജ് 180 ഡിഗ്രിയാണ്. എന്ന് പറഞ്ഞാൽ കറണ്ട് 0-ൽ നിന്ന് പോസിറ്റീവിലേക്ക് പോകുമ്പോൾ വോൾട്ടേജ് നേരെ തിരിച്ചാണ് വരുന്നത്. അപ്പോൾ അവർ നമ്മളെ ഫേസ് ഡിഫറൻസ് 180 ഡിഗ്രിയാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി വരും. അപ്പോൾ അടുത്ത 44ാമത്തെ ചോദ്യം. LEDs are not used for room lighting, although they are used for automobile bulbs and industrial lighting because. അപ്പോൾ അതിൻ്റെ കാരണം നമുക്കറിയാം LED ജനറലി പ്രൊഡ്യൂസ് ചെയ്യുന്നത് മോണോക്രോമാറ്റിക് ലൈറ്റാണ്. അപ്പോൾ ആ മോണോക്രോമാറ്റിക് ലൈറ്റ് നമ്മുടെ ഐക്ക് അത്ര കംഫർട്ടബിൾ അല്ല. അതുകൊണ്ടാണ് നമ്മളത് യൂസ് ചെയ്യാത്തത്. ഓർ ഐസ് ആർ നോട്ട് കംഫർട്ടബിൾ വിത്ത് വെരി ഇൻറ്റൻസ് ലൈറ്റ്. കാരണം അത് തെറ്റാണ്. കാരണം LED-യിൽ നിന്ന് വരുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അത്ര വളരെ ഹൈ അല്ല. അപ്പോൾ അത് തെറ്റാണ്. അവർ ഐസ് ആർ നോട്ട് കംഫർട്ടബിൾ വിത്ത് മോണോക്രോമാറ്റിക് ലൈറ്റ്. അത് ശരിയാണ്. ഒരു സിംഗിൾ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് നമ്മുടെ ഐയിൽ വരുമ്പോൾ നമുക്കത് സ്ട്രെയിൻ ആയിട്ട് തോന്നും. അതുകൊണ്ടാണ് നമ്മൾ കളേർഡ് LED ഒക്കെ ഉള്ള ലൈറ്റ് വരുന്ന സമയത്ത് നമുക്ക് ഐക്ക് അത്ര കംഫർട്ടബിൾ ആയിട്ട് തോന്നാത്തതിൻ്റെ കാരണം. LEDs ആർ മച്ച് കോസ്റ്റ്ലിയർ ദാൻ ബൾബ്സ്. അത് തെറ്റാണ്. കോസ്റ്റ് കുറവാണെന്ന് നമുക്കറിയാം. LED മാനുഫാക്ചറിങ് മാസ് പ്രൊഡക്ഷൻ വിൽ ബി വെരി പൊല്യൂട്ടിങ് പ്രോസസ്സ്. അതും തെറ്റാണ് നമുക്കറിയാം. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ അടുത്ത, എ മോഡേൺ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആക്ട്സ് ആസ് ട്രാൻസ്മിറ്റർ, റിസീവർ, മെസ്സഞ്ചർ, നൺ ഓഫ് ദീസ്. നമുക്കറിയാം കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ 2 പാർട്ടുകളാണ് ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ.
കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ട്രാൻസ്മിറ്ററും ഉണ്ട് റിസീവറും ഉണ്ട്. അപ്പോൾ അത് ആൻസർ വരുമല്ലോ. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ്. പിന്നെ മെസ്സഞ്ചർ, അത് നമുക്കറിയാം ശരിയാണ്. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്തിനാണ് യൂസ് ചെയ്യുന്ന? മെസ്സേജ് ട്രാൻസ്മിഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊരു മെസ്സഞ്ചറായിട്ട് ആക്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. അപ്പോൾ ആൻസർ എടുക്കാൻ പറ്റുന്ന ഏതാ? ഓപ്ഷൻ സി ആണ് നമുക്ക് കറക്റ്റായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് അടുത്തത് 46ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. എ ഗ്രൗണ്ട് റിസീവർ ഇൻ ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ കനോട്ട് റിസീവ് ഡയറക്റ്റ് വേവ്സ് ഡ്യൂ ടു. നമുക്കറിയാം എർത്തിൻ്റെ സർഫസിൽ നമ്മളൊരു ആൻറ്റിന ഒക്കെ ഉപയോഗിച്ച് ട്രാൻസ്മിഷൻ നടക്കുമ്പം ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ വേവ്സ് ഡയറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ പാത്തിൽ ട്രാവൽ ചെയ്യുന്നു. അപ്പോൾ ആ സ്ട്രെയിറ്റ് ലൈൻ പാത്തിൽ ട്രാവൽ ചെയ്യുമ്പോൾ എല്ലാ സ്ഥലത്തും റീച്ച് ചെയ്യത്തില്ല. ഇവിടെ എർത്തിൻ്റെ സർഫസിന് ടാൻജൻഷ്യലായിട്ട് നമുക്ക് വേവ്സ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഔട്ട്സൈഡിലുള്ള റീജിയനിൽ എർത്തിൻ്റെ സർഫസിൽ സിഗ്നൽ കിട്ടത്തില്ല. അതിൻ്റെ കാരണം എന്തുവാ? എർത്ത് സ്പെറിക്കൽ ഷേപ്പ് ആയതുകൊണ്ട്. സ്പെറിക്കൽ ഷേപ്പ് അല്ലായിരുന്നെങ്കിൽ നമുക്ക് എർത്തിൻ്റെ സർഫസിൽ എല്ലാ സ്ഥലത്തും ചിലപ്പം സിഗ്നൽ റിസീവ് ചെയ്യാൻ പറ്റിയേനെ. അപ്പോൾ എർത്തിൻ്റെ കർവേച്ചർ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് നമുക്കറിയാം. അതിനെ ബെൻഡ് ചെയ്ത് സർഫസിൽ കൂടെ പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് എർത്തിൻ്റെ കർവേച്ചർ അനുസരിച്ച് അത് ബെൻഡ് ചെയ്യുന്നില്ലാത്തതുകൊണ്ടാണ് സംഭവിക്കുന്നത്. ലോ ഫ്രീക്വൻസി തെറ്റാണ്, കർവേച്ചർ ഓഫ് എർത്ത് ശരിയാണ്. ഇപ്പോൾ ഹൈ ഇൻറ്റൻസിറ്റി ഒക്കെ തെറ്റാണ് നമുക്കറിയാം. ഇപ്പോൾ ഹൈ ഇൻറ്റൻസിറ്റി ഇതുമായിട്ട് ഡയറക്റ്റ് ബന്ധമൊന്നുമില്ല. സ്മോളർ ആൻറ്റിന അതും തെറ്റാണ്. അപ്പോൾ ആൻസർ എടുക്കാൻ പറ്റുന്ന ആൻസർ ഓപ്ഷൻ ബി ആണ് നമുക്ക് എടുക്കാൻ പറ്റുക. അപ്പോൾ അത് 47ാമത്തെ ചോദ്യം. റേഡിയോ വേവ്സ് ആർ പ്രൊപ്പഗേറ്റഡ് ത്രൂ. റേഡിയോ വേവ്സ് നമുക്കറിയാം ഗ്രൗണ്ട് വേവ്, സ്കൈ വേവ്, സ്പേസ് വേവിലെല്ലാം നമുക്ക് റേഡിയോ വേവ് പ്രൊപ്പഗേഷൻ നടക്കുന്നതാണ്. അപ്പോൾ ആൻസർ ഓൾ ഓഫ് ദീസ്. അപ്പോൾ ഇതിലെല്ലാം നമുക്ക് റേഡിയോ വേവ്സ് ട്രാൻസ്മിഷൻ നടത്താൻ പറ്റും. 48. റെഡ്, ബ്ലൂ, ഗ്രീൻ ആൻഡ് വയലറ്റ് കളർ ലൈറ്റ്സ് ആർ 1 by 1 made incident on a photo cathode. It is observed that only one color light produces photoelectrons that light is. റെഡ്, ബ്ലൂ, ഗ്രീൻ, വയലറ്റിൽ ഒരാൾ മാത്രം ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കും. അപ്പോൾ ഒരാൾ മാത്രമേ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടത്തുന്നുള്ളെങ്കിൽ നമുക്കറിയാം എനർജി ഏറ്റവും കൂടിയ ആളായിരിക്കും. എനർജി ഏറ്റവും കൂടിയ ആൾക്ക് ഫ്രീക്വൻസി കൂടുതലായിരിക്കും. അപ്പോൾ ഫ്രീക്വൻസി ഏറ്റവും കൂടുതലാണെന്ന് ആർക്കാന്ന് നോക്കിയാൽ പോരെ. കാരണം ഇൻസിഡൻറ്റ് എനർജി ഓഫ് ഫോട്ടോൺ h ആണ്. അപ്പോൾ ന്യൂ കൂടിയ ആൾക്ക് എനർജി കൂടുതലാണ്. അപ്പോൾ ഒരാൾ മാത്രമേ ഉള്ളെങ്കിൽ ആ ഹയർ ഫ്രീക്വൻസി ആയിരിക്കും ഇവിടെ റേഡിയേഷൻ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതിൽ റെഡ്, ബ്ലൂ, ഗ്രീൻ, വയലറ്റിലെ ഫ്രീക്വൻസി കൂടുതൽ ഏതൊക്കെ നമുക്കറിയാം? അത് വയലറ്റിനല്ലേ. വയലറ്റിനാണ് ഫ്രീക്വൻസി മാക്സിമം, എനർജി മാക്സിമം. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരിക. നമുക്കറിയാം ബാക്ക് ഏതെങ്കിലും എടുക്കാൻ പറ്റുമോ? ഇല്ല. ബ്ലൂ എടുത്താൽ നമുക്കറിയാം ബ്ലൂവിൻ്റെ എനർജിയെക്കാട്ടിലും കുറവാണ് വയലറ്റിന്, കൂടുതലാണ് വയലറ്റിന്. അപ്പോൾ ബ്ലൂവിന് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടത്താൻ പറ്റുവാണെങ്കിൽ വയലറ്റിനും പറ്റും. അപ്പോൾ മോർ ദാൻ 1 റേഡിയേഷൻസ് വരെ. അപ്പോൾ നമുക്ക് പോസിബിലിറ്റി ഓപ്ഷൻ ഡി മാത്രമേ ഉള്ളൂ. അത് 49th ക്വസ്റ്റ്യൻ. സിഗ്നൽ സ്പ്രെഡ്സ് ഓവർ എ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് ഈസ് കോൾഡ്. നമ്മൾ സിഗ്നൽ സെൻഡ് ചെയ്യുന്ന സമയത്ത് ആ സിഗ്നലിന് സെൻഡ് ചെയ്യാൻ പറ്റുന്ന പോസിബിൾ ഫ്രീക്വൻസിനെ നമ്മൾ അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് വിളിക്കും. നമുക്കറിയാം. അപ്പോൾ സിഗ്നൽ ബാൻഡ് വിഡ്ത്ത്, സിഗ്നൽ ബേസ് ബാൻഡ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, സിഗ്നൽ ഓഡിയോ ഫ്രീക്വൻസി എന്ന് പറയാൻ പറ്റത്തില്ല, സിഗ്നൽ വീഡിയോ ഫ്രീക്വൻസി എന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാം കോമൺ ആയിട്ട് എല്ലാ സ്ഥലത്തും വരുന്നതാണ്. ആ വീഡിയോ ഓഡിയോ മാത്രം നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ജനറലി നമ്മളതിനെ ബാൻഡ് വിഡ്ത്ത് ഓഫ് ദി സിഗ്നൽ എന്ന് പറഞ്ഞത് ഫ്രീക്വൻസി റേഞ്ച് ഇൻ വിച്ച് സിഗ്നൽ ട്രാൻസ്മിറ്റഡ് ഈസ് കോൾഡ് ബാൻഡ് വിഡ്ത്ത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ വരും. അപ്പോൾ അടുത്ത 50ാമത്തെ ചോദ്യം. എ കോൺകേവ് മിറർ ഫോർ ഫേസ് വ്യൂയിങ് ഹാസ് ഫോക്കൽ ലെങ്ത് 0.4 meter. The distance at which you hold the mirror from your face in order to see your image upright with a magnification 5 is. അപ്പം ഒബ്ജക്റ്റ് ഡിസ്റ്റൻസാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മളൊരു കോൺകേവ് മിററാണ് നമ്മൾ ഷേവിങ് മിററായിട്ട് യൂസ് ചെയ്യുന്നത് നമുക്കറിയാം. അപ്പോൾ അതിന് ഫോക്കൽ ലെങ്ത് ഉണ്ട്, മാഗ്നിഫിക്കേഷൻ ഉണ്ട്, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്ന ഇമേജ് അബ്രൈറ്റ് വിത്ത് മാഗ്നിഫിക്കേഷൻ ബൈ 5. അബ്രൈറ്റ് ഇമേജ് എന്ന് പറഞ്ഞാൽ എറക്റ്റ് ഇമേജ് ആണ്. എറക്റ്റ് ഇമേജ് ആകുമ്പോൾ മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആയിരിക്കും, +5 എടുത്തോണം. കാരണം ഇൻവേർട്ടഡ് ഇമേജ് ആണെങ്കിൽ മാഗ്നിഫിക്കേഷൻ -5. ഇവിടെ എറക്റ്റ് ഇമേജ് ആണ്, അപ്പോൾ മാഗ്നിഫിക്കേഷൻ +5 ആണ്. ഇനി ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്, m = f/f-u. അതാണ് കോൺകേവ് മിറർ അല്ലെങ്കിൽ മിററിലെ മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ. m എത്ര കൊടുക്കണം? 5 കൊടുക്കണം. ഫോക്കൽ ലെങ്ത് നമുക്കറിയാം 0.4 ആണ്. കോൺകേവ് മിറർ ആയതുകൊണ്ട് നെഗറ്റീവാണ്. യു നമുക്ക് അറിയത്തില്ല, അപ്പോൾ സൈൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഇതിങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0.4 × 5 2 ആണ് വരുന്നത്. അപ്പോൾ -2 വരും. -5u = -0.4. അപ്പോൾ 5u = ഇതിങ്ങോട്ട് വന്നാൽ -2 + 0.4 -1.6 വരും. അപ്പോൾ u = -1.6/5 വരും. അപ്പോൾ അത് നിയർലി 0.32 വരും.
അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത് 0.32 മീറ്റർ. അപ്പോൾ നമുക്ക് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഒരു നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നത്, നമ്മൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മതി. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ നമുക്ക് 0.32 എന്ന് കിട്ടും, ശരിയല്ലേ? അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. നമുക്കറിയാം ഇന്നത്തെ എക്സാം വളരെ എളുപ്പമായിരുന്നു, അല്ല വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. കുറേ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസും കുറേ ഡയറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള സിറ്റുവേഷൻസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡയറക്റ്റായിട്ട് പെട്ടെന്നൊക്കെ എല്ലാവരും ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത എക്സാമുകൾക്ക് കൂടുതലായിട്ട് നന്നായിട്ട് കുറച്ചുകൂടെ പ്രിപ്പയർ ഒക്കെ എഴുതാൻ എല്ലാവർക്കും പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഫൈനലി നല്ല റിസൾട്ട് ഉണ്ടാവണം, അല്ലേ? അപ്പോൾ അതിനുവേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുക, പഠിച്ച് നല്ല റിസൾട്ട് എല്ലാവർക്കും ഉണ്ടാകും. അപ്പം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.